Dear friends, welcome back. നമ്മൾ ഇന്ന് ബോട്ടണിന്റെ 4ാമത്തെ ഡേ അസോസിയേഷൻ ആണ്. As part of the 30 days NEET challenge conducted by Target Learning app. നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? Yes. Today we are having 3 chapters from the +1 plant physiology unit. Yeah, the chapters are mineral nutrition, photosynthesis in higher plants and respiration in plants. മൂന്നും നല്ല പക്ക ചാപ്റ്റേഴ്സ് ആണല്ലേ കോമ്പറ്റേറ്റീവ് എക്സാമിന് നീറ്റിന്. എപ്പോഴും റിമൈൻഡ് ചെയ്യാറുള്ളത് പോലെ തന്നെ ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് നല്ല തറോ ആയി പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അഡ്വാൻസ്ഡ് മാത്രം നോക്കാണ്ട് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് അവിടെയാണ് ഡിസ്ക്രിമിനേഷൻ നടക്കുക. ഓക്കെ, സോ പഠിച്ച അല്ലെങ്കിൽ കൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ലാത്ത ആൾക്കാരെ തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റിയ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യൂ. സാധാരണ നമ്മൾ ഒരു ക്വിസ് ലെവലിലായിരുന്നു നമ്മുടെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാറ്. ഇന്നൊരു ഡിസ്കഷൻ ഫോമിലാണ്. ഓക്കെ, കുറച്ചും കൂടി ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള ലെവലിലാണ്. അപ്പം നിങ്ങൾ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ സെൻസ് കോൺഷ്യസ് ആയി മനസ്സിലാക്കുക, പേഷ്യൻ്റ് ആയിട്ട് അതിനെ വായിച്ച് മനസ്സിലാക്കുക, അതിലുള്ള ഓരോ ഓപ്ഷൻസിനെയും ഡീറ്റെയിൽ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുക, റോങ് വൺസിനെ എലിമിനേറ്റ് ചെയ്യുക, കറക്റ്റ് വണ്ണിനെ ചൂസ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ പോണത് മിനറൽ ന്യൂട്രീഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. Mineral nutrition is the method by which essential elements were identified in plants. Plant ash analysis, hydroponics, plant tissue culture, nitrogen fixation എന്നീ ഓപ്ഷൻസ് ഉണ്ട്. മക്കളെ, ആകെ ചെടികളിൽ നിന്ന് more than 60 മിനറൽ എലമെന്റ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. But not all of them are essential. ഒരു മിനറലിനെ എസെൻഷ്യൽ എന്ന് വിളിക്കണമെങ്കിൽ അത് ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി ഫോളോ ചെയ്യണം. അങ്ങനത്തെ 3 ക്രൈറ്റീരിയകളുണ്ട്. The element is absolutely necessary for the completion of life cycle of plants, necessary for growth and reproduction എന്ന ഒന്ന്. The requirement of the element is very specific, thus not replaceable by other elements. ഒന്നിന് പകരം മറ്റൊന്നുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. And the third one, they are directly involved in the metabolism of plants. ആ 3 ക്രൈറ്റീരിയകൾ ഫോളോ ചെയ്യുന്ന just 17 എലമെന്റ്സ് ആണ് എസെൻഷ്യൽ എലമെന്റ്സ് എന്ന പേരിലുള്ളത്. ഓക്കെ, ആ എസെൻഷ്യൽ എലമെന്റ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യാറുള്ള ഒരു ടെക്നിക് ഉണ്ട്. അത് ജൂലിയസ് വോൺ സാക്സ് എന്ന സയന്റിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അദ്ദേഹം തന്നെയാണ് ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായി ഗ്രീൻ പിഗ്മെന്റുകൾ, ഇന്ന് നമ്മൾ പറയുന്ന ക്ലോറോഫില്ലുകളെ സ്പെഷ്യൽ ബോഡികളിൽ, സ്പെഷ്യൽ ബാഗുകളിൽ ക്ലോറോപ്ലാസ്റ്റിലാണ് നിറച്ചത് എന്ന് പറഞ്ഞതും ജൂലിയസ് വോൺ സാക്സ് തന്നെയാണ്. ചെടികളിൽ ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കുന്ന ഫുഡ് ഗ്ലൂക്കോസ് ഫോമിലാണെങ്കിലും അതിന്റെ പ്രൈമറി സ്റ്റോറേജ് ഫോം സ്റ്റാർച്ച് ആണെന്ന് പറഞ്ഞതും അതേ ജൂലിയസ് വോൺ സാക്സ് ആണ്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആയിക്കൊണ്ട് എസെൻഷ്യൽ എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ടെക്നിക്ക് ഏതാണ്? പ്ലാന്റ് ആഷ് അനാലിസിസ്. ചെടികളെ കത്തിച്ച് ചാരമാക്കിയിട്ട് ചാരത്തെ അനലൈസ് ചെയ്യാണോ ചെയ്യുക? ഹൈഡ്രോപോണിക്സ്, സോയിൽ ലെസ് aquatic cultivation of plants in a defined nutrient solution ആണോ? പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, മൈക്രോ പ്രോപാഗേഷൻ എന്ന് വിളിക്കാറുള്ള ടോട്ടിപൊട്ടൻസി എന്ന പ്രിൻസിപ്പിളിനെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെത്തേഡ് ഫോർ പ്രൊഡ്യൂസിങ് സോമാക്ലോൺസ് ആണോ? അതോ നൈട്രജൻ ഫിക്സേഷൻ, കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ N2, the N triple bond N into soil nitrogen compounds ആയ നൈട്രജൻ ഫിക്സേഷൻ ആണോ എന്നതാണ് ക്വസ്റ്റ്യൻ. സോ the right option is hydroponics, aquaponics, the soil-less aquatic cultivation of plants in a defined nutrient solution in the complete absence of soil. ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് എസെൻഷ്യൽ എലമെന്റ്സിനെ കണ്ടുപിടിക്കുക. എന്തുകൊണ്ട് സോയിൽ കൾട്ടിവേഷൻ കൊണ്ട് എസെൻഷ്യൽ എലമെന്റ്സിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല? 2 കാരണങ്ങളാണ്.
ഒന്ന്, മണ്ണിൽ അൺനോൺ എമൗണ്ട് മിനറൽസ് ഉണ്ടാവും, നമ്മൾ ആഡ് ചെയ്തത് കൂടാണ്ട് അൺനോൺ മിനറൽസ് ഉണ്ടാവും. രണ്ട്, അൺനോൺ മൈക്രോബ്സ് ഉണ്ടാവും. അപ്പൊ മൈക്രോബ് എത്ര മിനറലാണ് യൂസ് ചെയ്തത്, പ്ലാന്റിന് എത്ര കിട്ടിയതെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് സോയിൽ കൾട്ടിവേഷൻ കൊണ്ട് എസെൻഷ്യൽ എലമെന്റ്സിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഡ്യൂ ടു ദ അൺനോൺ എമൗണ്ട് ഓഫ് മിനറൽസ് ഇൻ ദ സോയിൽ, ദ സെയിം ടൈം അൺനോൺ മൈക്രോബ്സ് ആർ ഓൾസോ ദർ. ഓക്കെ, ആ ഹൈഡ്രോപോണിക്സ് എന്ന കൾട്ടിവേഷൻ ടെക്നിക്ക് അക്വാകൾച്ചറില് പ്യുവർ ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് നമ്മളായി മിനറലുകളെ അളന്നു ചേർത്ത് ഒരു ഡിഫൈൻഡ് ന്യൂട്രിയൻ സൊല്യൂഷൻ ഉണ്ടാക്കും. അതിൽ ഗ്രേഡിയൻസ് ഓഫ് സൊല്യൂഷനിൽ പ്ലാന്റ്സിനെ വളർത്തി നോക്കിയിട്ടാണ് ഏതാണ് ഓപ്റ്റിമം ലെവൽ എന്ന് കണ്ടുപിടിക്കുക. എസെൻഷ്യൽ എലമെന്റ്സിനെ കണ്ടുപിടിക്കാൻ മാത്രമല്ല ഹൈഡ്രോപോണിക്സ്, പിന്നെ എന്തിനുണ്ട്, ടു സ്റ്റഡി ദ ഇഫക്റ്റ് ഓഫ് ആഡിങ്, റിമൂവിങ്, വേരിയിങ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എനി പെർട്ടിക്കുലർ എലമെന്റ് ടു ദ സൊല്യൂഷൻ. ഓക്കെ, പിന്നെ എന്തുണ്ട്, ദ എസെൻഷ്യൽ എലമെന്റ്സ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ആൻഡ് ദെയർ ഡെഫിഷ്യൻസി സിംപ്റ്റംസ് ക്യാൻ ബി വർക്ക്ഡ് ഔട്ട്. അതിനൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഹൈഡ്രോപോണിക്സ്. ഐ ഹോപ്പ് ഇറ്റ്സ് ഓക്കെ ടു യു, ഗ്രീൻ പാന്തർ ആൻഡ് നാഫിയ. ഇസ് ഇറ്റ്? ആർ യു ഓക്കെ നാ? ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Moving on to the second one. Ready? Listen to the question. Which of the following element is an activator for both ribulose bisphosphate carboxylase oxygenase അഥവാ റുബിസ്കോ enzyme and phosphoenol pyruvate carboxylase enzyme അഥവാ പെപ്കേസ്? അത് രണ്ടും ഫോട്ടോസിന്തസിസിലെ എൻസൈംസ് ആണ് അല്ലെ. C3 ചെടികളുടെ പ്രൈമറി കാർബൺ കാറ്റലൈസിംഗ് എൻസൈമായും C4 ചെടികളുടെ സെക്കൻഡറി കാർബൺ കാറ്റലൈസിംഗ് എൻസൈമായും വർക്ക് ചെയ്യുന്നത് ഒരാൾ തന്നെയാണ്, അതാണ് റുബിസ്കോ, റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. ആരൊക്കെയാ? C3 ചെടികളുടെ പ്രൈമറി കാർബൺ കാറ്റലൈസിംഗ് എൻസൈമും അത് തന്നെയാണ്, C4 ചെടികളുടെ സെക്കൻഡറി കാർബൺ കാറ്റലൈസിംഗ് എൻസൈമും റുബിസ്കോ ആണ്. അതിനുവേണ്ടി C3 പ്ലാന്റ്സിന്റെ മീസോഫിലിൽ കാണപ്പെടും, C4 പ്ലാന്റ്സിന്റെ ബണ്ടിൽ ഷീത്തിലാണ് കാണപ്പെടുക. അതേസമയം ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന പെപ്കേസ് അത് C4 ചെടികളുടെ പ്രൈമറി കാർബൺ കാറ്റലൈസിംഗ് എൻസൈമാണ്. അതുകൊണ്ട് അത് C4 ചെടികളുടെ മീസോഫിൽ സെൽസിലാണ് കാണുക. ആ രണ്ട് എൻസൈംസിനും ഒരേ ആക്ടിവേറ്റർ ആണ്. അത് സിങ്ക് ആണോ, കോപ്പർ ആണോ, മെഗ്നീഷ്യം ആണോ, ക്ലോറിൻ ആണോ എന്ന് എസെൻഷ്യൽ എലമെന്റ്സിനെ ഫംഗ്ഷന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്ത് 4 തരമാക്കിയപ്പോ ഒന്നാമത്തെ കോമ്പണന്റ്സ് ഓഫ് ബയോമോളിക്യൂൾസ് കോൾഡ് സ്ട്രക്ചറൽ എലമെന്റ്സിന്റെ കൂട്ടത്തിൽ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജനെയും രണ്ടാമത്തേതായിട്ട് ആരെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എനർജി റിലേറ്റഡ് കെമിക്കൽ കോമ്പൗണ്ട്സിന്റെ ഭാഗമാകുന്ന ക്ലോറോഫില്ലിന്റെ റിംഗ് സ്ട്രക്ചറിന് വേണ്ടുന്ന മെഗ്നീഷ്യം, ATPന്റെ ഫോസ്ഫേറ്റ്. മൂന്നാമത് ആക്ടിവേറ്റേഴ്സ് ഓർ ഇൻഹിബിറ്റേഴ്സ് ഓഫ് എൻസൈംസ് ആസ് എൻസൈം റെഗുലേറ്റേഴ്സ്, അവിടെ മോളിബ്ഡിനം ഫോർ നൈട്രോജനേസിനെയും ഈ രണ്ട് എൻസൈംസ് ആയ റുബിസ്കോ, പെപ്കേസ് എന്നിവരുടെ റെഗുലേറ്റർ ആരാന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ഗ്രൂപ്പായി അവിടെ ഈ ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിനെ ഓൾട്ടർ ചെയ്യുന്ന സ്റ്റൊമേറ്റകളുടെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിനെ സഹായിക്കുന്ന പൊട്ടാസ്യത്തിനെയും മെൻഷൻ ചെയ്തിരുന്നു അല്ലേ. അവിടെ ഈ റുബിസ്കോ, പെപ്കേസ് എൻസൈംസിന്റെ റെഗുലേറ്റർ ആയി നിന്നത് മെഗ്നീഷ്യമാണ്. ഓപ്ഷൻ 3 is the right answer, മെഗ്നീഷ്യം. ഓക്കെ, സിങ്കിന് ഓക്സിൻ സിന്തസിസിന്റെ സമയത്തൊക്കെയാണ് കേട്ടിട്ടുള്ളത് അല്ലേ. യെസ്, thereby the third question is here. Choose the pair from the following in which both the elements share common function during photosynthesis. ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായിട്ട് ഒരേ ഫംഗ്ഷൻ ചെയ്യുന്ന രണ്ട് മിനറലുകളുണ്ട്. ക്ലോറിൻ ആൻഡ് മെഗ്നീഷ്യത്തിന് കോമൺ റോൾ ഉണ്ടോ? ക്ലോറിൻ ആൻഡ് മെഗ്നീഷ്യം ഇല്ല. പൊട്ടാസ്യം ആൻഡ് ഫോസ്ഫറസ്, പൊട്ടാസ്യം ആൻഡ് ഫോസ്ഫറസ് അതിനെ ലിങ്ക് ചെയ്തൊരു കോമൺ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ബോറോൺ ആൻഡ് മോളിബ്ഡിനം, അയണും മോളിബ്ഡിനും നൈട്രോജനേസിൽ എന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു കോമ്പിനേഷൻ കേട്ടിട്ടില്ല. മാംഗനീസ് ആൻഡ് ക്ലോറിൻ, യെസ്, ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായി PS2 എന്ന് പേരുള്ള ഫോട്ടോസിസ്റ്റം 2 എന്ന് വിളിക്കുന്ന P680 located towards the oppressed part of thylakoid membrane, that is towards the inner surface of thylakoid membrane close to the lumen of the thylakoid. അവിടെ PS2 വിൽ വെച്ച് എന്ത് നടക്കും? വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കും. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ,
അതിനെ ഓക്സിഡേഷൻ ഓഫ് വാട്ടർ എന്നോ കെമിസ്ട്രിയിൽ ഹൈഡ്രോലൈസിസ് എന്നോ ലൈറ്റ് കൊണ്ടായതുകൊണ്ട് ഫോട്ടോലൈസിസ് എന്നോ വിളിക്കാം. അങ്ങനെയാണ് ഒരു വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 പ്രോട്ടോൺസും 2 ഇലക്ട്രോൺസും ഹാഫ് ഓക്സിജൻ നെയ്റ്റന്റ് ഓക്സിജൻ ഒന്ന് എഴുതി ബ്രാക്കറ്റ് ഇടുന്ന നെയ്സെന്റ് ഓക്സിജൻ കിട്ടുക. 2 വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്താൽ 4 പ്രോട്ടോൺസും 4 ഇലക്ട്രോൺസും ഒരു ഓക്സിജനും റിലീസ് ചെയ്യുക. അതെന്തിനു വേണ്ടിയാണ്? PS2 ഓൾവേസ് ഇലക്ട്രോണിന് ഡെഫിഷ്യൻസി ആണ്. കാരണം PS2 നിന്ന് എക്സൈറ്റ് ചെയ്ത ഇലക്ട്രോൺസ് ETS വഴി PS1 വന്ന് വീണ്ടും എക്സൈറ്റ് ചെയ്യുമ്പോൾ NADP+ റെഡ്യൂസ് ചെയ്ത് NADPH ആക്കാൻ വേണ്ടി ആ ഇലക്ട്രോണുകൾ ഉപയോഗിച്ച് തീർക്കും. അതുകൊണ്ട് PS2 എപ്പോഴും ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്. അത് കണ്ടിന്യൂസ് ആയി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അതിനു വേണ്ടിയാണ് അവിടെ വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുക. ആ വാട്ടർ സ്പ്ലിറ്റിംഗ് എൻസൈം കോംപ്ലക്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന മിനറൽസിലാണ് മാംഗനീസ് ആൻഡ് ക്ലോറിൻ ഉള്ളത്. അതുകൊണ്ട് മിനറൽ ന്യൂട്രീഷൻ ചാപ്റ്ററിൽ മാംഗനീസിന്റെ ഫംഗ്ഷൻ പഠിക്കാൻ നോക്കിയാലും അവിടെ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ എന്നുണ്ടാവും. ക്ലോറിന്റെ ഫംഗ്ഷന്റെ അവിടെ കൂടെയും ഫോട്ടോലൈസിസ് എന്ന ഫംഗ്ഷൻ ഉണ്ടാവും. സോ ആസ് പാർട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് 2 മിനറലുകൾ ഒരുമിച്ച് ഇൻവോൾവ് ചെയ്തത് മാംഗനീസ് ആൻഡ് ക്ലോറിൻ ആണ്. അവർ ഇൻവോൾവ് ചെയ്ത പ്രോസസ്സിന്റെ പേര് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ, ഓക്സിഡേഷൻ ഓഫ് വാട്ടർ, ഹൈഡ്രോലൈസിസ് ഓർ ഫോട്ടോലൈസിസ് എന്നാണ് ചെയ്യുന്നത്. PS2 എന്ന ഫോട്ടോ സിസ്റ്റം 2 എന്ന P680 ആണ്. അതിന്റെ ലൊക്കേഷൻ തൈലക്കോയിഡ് മെംബ്രെയിന്റെ ഇന്നർ സർഫസിൽ ലുമന്റെ അടുത്ത് നിൽക്കുന്ന പൊസിഷനിലാണ്. അതെന്തിനാണ്? PS2 ഇലക്ട്രോൺ ഡെഫിഷ്യൻസിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ്. ഓക്കെ, am I okay? Yeah, dear ones, like നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഗ്രീൻ പാന്തർ, നാഫിയ ആൻഡ് ഓൾ, നിങ്ങൾക്കിത് ഓക്കെ ആണല്ലോ ഡിസ്ക്രിപ്ഷൻസ്? Can you please try to respond to me, please? Geetika, thank you so much for responding me. Benefits ഉണ്ടല്ലോ അല്ലേ മക്കളെ? ഒരു റിവിഷൻ ആ പോർഷൻ ഇന്ന് കിട്ടുന്നുണ്ടല്ലോ. നുഹു മുഹമ്മദ്, യെസ് ഡിയോ, യാ, താങ്ക് യു സോ മച്ച് ഫോർ റെസ്പോണ്ടിങ് മീ. ഓക്കെ, യാ, മൂവിങ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാം അല്ലേ? Which of the following bacteria oxidize the ammonia into nitrite? ഏത് പ്രോസസ്സുമായി കണക്റ്റഡ് ആണിത്? നൈട്രിഫിക്കേഷൻ. നൈട്രജൻ സൈക്കിളിലാകെ 4 റിയാക്ഷൻസ് ആണുള്ളതെന്ന് അറിയാം. നൈട്രജൻ ഫിക്സേഷൻ, അമോണിഫിക്കേഷൻ, നൈട്രിഫിക്കേഷൻ, ഡീനൈട്രിഫിക്കേഷൻ. പേജ് നമ്പർ 201 201 പിക്ചർ മനസ്സിൽ വരുന്നുണ്ടാവും അല്ലേ? അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൽ മോർ ദാൻ 78% ഉള്ളത് നൈട്രജൻ എന്ന N2 എന്ന N triple bond എന്നാണ്. അതിനെ സാധാരണ ജീവികൾക്കും ചെടികൾക്കും ഒക്കെ അൺഅവൈലബിൾ ആണ്. അതുകൊണ്ട് അറ്റ്മോസ്ഫിയറിലെ നൈട്രജനെ ആദ്യം മണ്ണിലേക്ക് ആവാഹിക്കണം. പ്രോസസ്സിന്റെ പേരാണ് നൈട്രജൻ ഫിക്സേഷൻ. അതിന് 3 വഴികളുണ്ട്. മൈക്രോ ഓർഗാനിസംസ് ചെയ്താൽ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, ഇൻഡസ്ട്രിയലൈസേഷനിന്റെ റിയാക്ഷൻ വഴി നടന്നാൽ ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ, ഇടിമിന്നൽ ലൈറ്റനിങ്ങിന്റെ വോൾട്ടേജ് കൊണ്ട് നടന്നാൽ ഇലക്ട്രിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. അതിൽ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിലും ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷനിലും അറ്റ്മോസ്ഫിയറിത്തെ N triple bond Nലേക്ക് ഹൈഡ്രജനുകളെ ആഡ് ചെയ്യുന്ന റിഡക്ഷൻ നടന്നിട്ട് NH3 എന്ന അമോണിയയാണ് മണ്ണിലുണ്ടാവുക. അതേസമയം ഇലക്ട്രിക്കൽ നൈട്രജൻ ഫിക്സേഷനിൽ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ എന്ന N triple bond Nലേക്ക് ഓക്സിജനുകളെ ആഡ് ചെയ്തിട്ട് NO3- എന്ന നൈട്രേറ്റ് ഫോമിലാണ് മണ്ണിലുണ്ടാവുക. പ്ലാന്റ്സിന് മണ്ണിൽ നിന്ന് കിട്ടുന്ന നൈട്രേറ്റിനെ കൊണ്ട് പ്ലാന്റ് നൈട്രജൻ ബയോമോളിക്യൂൾസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഫുഡ് ചെയിൻ വഴി പ്ലാന്റ്സിനെ കഴിച്ച് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ആനിമൽസിലും നൈട്രജൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഡെത്ത് ആൻഡ് ഡീകേ നടക്കുമ്പോൾ ഡീക്കേയിങ് ബയോമാസിൽ നിന്ന് ചില സാപ്രോഫൈറ്റിക് ബാക്ടീരിയകളുടെ ഡീകമ്പോസിഷൻ ആക്ടിവിറ്റിയാൽ മണ്ണിൽ അമോണിയ തിരിച്ചു വരലാണ് അമോണിഫിക്കേഷൻ. മണ്ണിലുള്ള അമോണിയകളെ പ്ലാന്റ്സ് ലെസ് പ്രിഫർ ചെയ്യുള്ളൂ. അതുകൊണ്ട് NH3 എന്ന അമോണിയകളിൽ നിന്ന് ഹൈഡ്രജനുകളെ റിമൂവ് ചെയ്ത് ഓക്സിജനുകളെ ആഡ് ചെയ്യുന്ന ഓക്സിഡേഷൻ നടക്കേണ്ടതുണ്ട്. അതിന്റെ പേരാണ് നൈട്രിഫിക്കേഷൻ. അത് 2 സ്റ്റെപ്പുകളിലായി നടക്കും. ആദ്യ സ്റ്റെപ്പിൽ NH3 എന്ന അമോണിയകളിൽ നിന്ന് ആരെ ഫോം ചെയ്യും? NO2- എന്ന നൈട്രൈറ്റുകളെ ഫോം ചെയ്യും.
സെക്കൻഡ് സ്റ്റെപ്പിൽ NO2 മൈനസ് എന്ന നൈട്രൈറ്റുകളിൽ നിന്ന് NO3 മൈനസ് എന്ന നൈട്രേറ്റുകളെ ഫോം ചെയ്യും. അല്ലേ മക്കളെ? യെസ്, റൈറ്റ്. ആ പ്രോസസ്സുകളുടെ രണ്ടിൻ്റെയും കൂടി പേരാണ് നൈട്രിഫിക്കേഷൻ. മണ്ണിലുള്ള NH3 എന്ന പേരുള്ള അമോണിയകളെ ആദ്യ സ്റ്റെപ്പിൽ ഓക്സിഡൈസ് ചെയ്ത് NO2 മൈനസ് എന്ന നൈട്രൈറ്റ് ആക്കും. അതിനെ ഒന്നുകൂടി ഓക്സിഡൈസ് ചെയ്ത് NO3 മൈനസ് എന്ന നൈട്രേറ്റ് ആക്കും. ഈ രണ്ട് സ്റ്റെപ്സിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് നൈട്രിഫിക്കേഷൻ. ചെയ്യുന്ന സോയിൽ ബാക്ടീരിയകളുടെ പേരാണ് നൈട്രിഫയിങ് ബാക്ടീരിയ. They will oxidize the inorganic ammonia, nitrite, etc. to release energy, and by using those energy they will produce their own ATP. Thus they are chemosynthetic autotrophs or chemoautotrophs. അതിലെ ആദ്യ സ്റ്റെപ്പിൽ ഇൻവോൾവ് ചെയ്യുന്നത് ആരാണ്? ആദ്യ സ്റ്റെപ്പിൽ ഇൻവോൾവ് ചെയ്യുന്ന രണ്ട് ബാക്ടീരിയകളുടെ പേര് കേട്ടിട്ടുണ്ടാവുക. ഒന്നാണ് നൈട്രോസോമോണാസ്. ഓക്കെ, വേറൊരാളാണ് നൈട്രോകോക്കസ്. ഓക്കെ, ഇവർ രണ്ടുപേരുമാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇൻവോൾവ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ ആരാണ്? നൈട്രോബാക്ടർ എന്ന ഒരാളുണ്ട്. NCERT-യിൽ ഇതേ ഉള്ളൂ, നൈട്രോബാക്ടറേ ഉള്ളൂ. കൂടാതെ വേണമെങ്കിൽ നൈട്രോസിസ്റ്റിസിനെയും കൂടി നമുക്ക് ആഡ് ചെയ്യാം സെക്കൻഡ് സ്റ്റെപ്പിൽ. അപ്പോൾ നമ്മളോട് ചോദിച്ചതനുസരിച്ചിട്ട് എന്താണ് ചോദ്യത്തിലുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ബാക്ടീരിയ ഓക്സിഡൈസ് NH3 എന്ന അമോണിയകളെ ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് ഓക്സിജനെ ആഡ് ചെയ്ത് നൈട്രൈറ്റ് എന്ന NO2 മൈനസ് ആക്കിയ കാര്യം ചോദിക്കുക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിലെ കാര്യം ചോദിക്കുക. അപ്പൊ ഒന്നുകിൽ ഓപ്ഷനിൽ നൈട്രോസോമോണാസ് വേണം, അല്ലെങ്കിൽ നൈട്രോകോക്കസ് വേണം, അല്ലെങ്കിൽ ബോത്ത് എന്നൊരു ഓപ്ഷൻ വേണം. നൈട്രോകോക്കസ് ഓക്കെ ആണ്, നൈട്രോബാക്ടർ ഇവിടെയാണ്, അതുകൊണ്ട് പറ്റൂല അല്ലേ? ബോത്ത് 1 and 2 രണ്ടാള് രണ്ടിടത്താണ് വർക്ക് ചെയ്യുക, അപ്പൊ അതും പറ്റില്ല. തയോബാസിലസ് അത് NO3 മൈനസിനെ അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ച് N2 ആക്കി മാറ്റുന്ന ഡീനൈട്രിഫിക്കേഷൻ ചെയ്യുന്ന ബാക്ടീരിയകളിലാണ് തയോബാസിലസും സ്യൂഡോമോണാസും, അപ്പൊ അതും പറ്റില്ല. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്, നൈട്രോകോക്കസ് മാത്രമാണ്. ഓക്കെ, I hope it's okay for you. Yes, moving on. Which of the following is correct regarding non-leguminous plant Alnus? Alnus ഒരു non-leguminous plant ആണ്, പയറുവർഗമല്ലാത്ത ചെടിയാണ്. നമ്മൾ കേട്ടുവെച്ചതനുസരിച്ച് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ് അല്ലെ, സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സിന് ചില എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യം കേട്ടത് അത് പ്ലാന്റ് കിങ്ഡം ചാപ്റ്ററിലാണ്. കിങ്ഡം പ്ലാന്റ്, ഡിവിഷൻ ജിംനോസ്പാംസ്, എക്സാമ്പിൾ സൈക്കാസ്, ഈന്തുപനകൾ. അവർക്ക് കുറച്ച് നെഗറ്റീവ്ലി ജിയോട്രോപിക് റൂട്ട്സ് ഉണ്ട്. പേര് കോറലോയിഡ് റൂട്ട്സ് എന്നാണ്. അതിനകത്ത് നൈട്രജൻ ഫിക്സേഷന് വേണ്ടി നൊസ്റ്റോക്ക് ആൻഡ് അനബീന എന്നീ സയനോ ബാക്ടീരിയകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ കേട്ടത് ടെറിഡോഫൈറ്റ്സിലെ ഒരു അക്വാറ്റിക് ടെറിഡോഫൈറ്റ് ആയ അസോള, അതിന്റെ ഇലകളുടെ ഉള്ളില് അനബീന എന്ന സൈനോ ബാക്ടീരിയം ഫോർ നൈട്രജൻ ഫിക്സേഷൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ മിനറൽ ന്യൂട്രീഷൻ ചാപ്റ്ററിൽ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സിന് എക്സാമ്പിൾസ് ആയിട്ട് റൈസോബിയം വിത്ത് റൂട്ട്സ് ഓഫ് ലെഗ്യൂംസ് ആൻഡ് ഫ്രാങ്കിയ വിത്ത് റൂട്ട്സ് ഓഫ് നോൺ ലെഗ്യൂംസ് ലൈക്ക് അൾനസ് എന്നാണ് കേട്ടിട്ടുള്ളത്. അതിലെ അൽനസിനെ പറ്റിയാണ് ചോദ്യം. അൽനസുമായി അസോസിയേറ്റ് ചെയ്ത കാര്യമാണ്. അവിടെ ഫ്രീ ലിവിംഗ് നൈട്രജൻ ഫിക്സേഷൻ അല്ലേ? അല്ല, അത് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ആണ് അവിടെ നടക്കുക. അതുകൊണ്ട് ഓപ്ഷൻ 1 ശരിയാവൂല. അൾനസിന്റെ റൂട്ടുമായി അസോസിയേറ്റ് ചെയ്യുന്ന സിംബയോട്ടിന്റെ കാര്യമാണ് പറയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് പറ്റില്ല. മാത്രമല്ല ബേജറിനൊക്കെ അല്ല താനും. ഓക്കെ, അപ്പോ അൾനസിന്റെ റൂട്ടിന്റെ ഉള്ളിൽ സിംബയോട്ടിനെയാണ് കാണാം. ഫ്രീ ലിവിംഗ് നൈട്രജൻ ഫിക്സേഷൻ ബൈ ഫ്രാങ്കിയ അല്ല. ഫ്രാങ്കിയ ചെയ്യുന്നത് ഫ്രീ ലിവിംഗ് നൈട്രജൻ ഫിക്സേഷൻ അല്ല. ഫ്രാങ്കിയ ചെയ്യുന്നത് നോൺ ലെഗ്യൂം പ്ലാന്റ് ആയ അൾനസുമായിട്ടുള്ള സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. ഫ്രാങ്കിയ എന്ന് കേട്ട് നേരെ പോയി ചാടരുത്. ഓക്കെ, ഫ്രീ ലിവിംഗ് എന്ന് തന്നതുകൊണ്ട് തെറ്റാണ്. ഫ്രാങ്കിയ അവിടെ സിംബയോട്ടിക് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുക.
സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ഓക്കെ ആണ് ബൈ ഫിലമെന്റസ് മൈക്രോബ്. ശരിയാണ്, അയാളാണ് ഫ്രാങ്കിയ. ഫ്രാങ്കിയ ഒരു ഫിലമെന്റസ് ആയിട്ടുള്ള ബാക്ടീരിയമാണ്. ഒരു ഫിലമെന്റസ് ബാക്ടീരിയമാണ് ആര്? ഫ്രാങ്കിയ. അതുകൊണ്ട് അതാണ് കറക്റ്റ് വരിക. സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ശരിയാണ്, പക്ഷെ റൈസോബിയം അല്ല. കാരണം റൈസോബിയം ലെഗ്യൂമിനസ് പ്ലാന്റ്സിലാണ്. ഫ്രാങ്കിയാണ് ആൾനസിലുള്ളത്. അപ്പൊ കമ്പാരബിളി നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. ഇസ് ദ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ബൈ filamentous microbe. That filamentous microbe is Frankia itself. Okay. Yes. Which of the following is not a beneficial element for plant life? Yes. നിങ്ങളൊന്ന് നോക്കിയിട്ട് പറ മക്കളെ, ആരെ ഈ ബെനഫിഷ്യൽ എലമെന്റ് എന്ന് പറഞ്ഞ 17 എസെൻഷ്യൽ എലമെന്റ്സിന് അഡീഷണലായി ഹയർ പ്ലാന്റ്സിൽ ബെറ്റർ ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്നവരെയാണ് ബെനഫിഷ്യൽ എലമെന്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇവിടെ ഓപ്ഷനിൽ സോഡിയം, സ്ട്രോൺഷ്യം, സിലിക്കൺ, കൊബാൾട്ട് എന്നിവരാണുള്ളത്. അപ്പൊ ഇതില് നോട്ട് എ ബെനഫിഷ്യൽ എലമെന്റ് ഏതാണ്? someone please respond to me. ആരാണ് ബെനഫിഷ്യൽ എലമെന്റ് അല്ലാത്തത്? യെസ്, യാ, ഫാത്തിമ ഹന പറഞ്ഞ ആൻസർ ആണ് ശരി. അത് സ്ട്രോൺഷ്യമാണ്. കാരണം ബെനഫിഷ്യൽ എലമെന്റ്സ് ആകെ 4 എണ്ണമാണ്. അത് സോഡിയം, സിലിക്കോൺ, കൊബാൾട്ട്, സെലീനിയം എന്നീ 4 എണ്ണമാണ്. right? Sodium, silicon, cobalt and selenium are the beneficial elements, right? Required by higher plants only for better growth only. Normal growth ന് അത് വേണ്ട, എല്ലാ ചെടികൾക്കും അത് വേണ്ട. അവരെയാണ് ബെനഫിഷ്യൽ എലമെന്റ്സ് എന്ന് പറയാം. 4 എണ്ണമാണ്: സോഡിയം, സിലിക്കൺ, കൊബാൾട്ട് ആൻഡ് സെലീനിയം. അതിൽ പെടാതെ വന്ന ഓപ്ഷൻ സ്ട്രോൺഷ്യം ആണ്. സ്ട്രോൺഷ്യം യൂഷ്വലി റേഡിയോ ആക്ടിവിറ്റി ഒക്കെ കാണിക്കാറുണ്ട്. ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ നിന്നൊക്കെ റിലീസ് ചെയ്യാറുണ്ട്. പ്ലാന്റ്സിന് അത് ബെനഫിഷ്യൽ അല്ല. ഓക്കെ, യെസ്. Water potential of a cell is mainly determined by which of the following element? ഓപ്ഷനിൽ മെഗ്നീഷ്യം 2+ ചാർജ് ഉള്ളവരെ കാറ്റയോൺസ് എന്നാണ് പറയാ. 2+ ചാർജ് ഉണ്ടെങ്കിൽ ബൈവാലന്റ് അല്ലെങ്കിൽ ഡൈവാലന്റ് കാറ്റയോൺ എന്നാണ് പറയാ. കാൽഷ്യം അതേപോലെ 2+ ആണ്, പ്ലസ് ആണ്, ഡൈവാലന്റ് കാറ്റയോൺ ആണ്. പക്ഷെ പൊട്ടാസ്യം ഒരു മോണോവാലന്റ് കാറ്റയോൺ ആണ്. അയൺ Fe2+ ഒരു ഡൈവാലന്റ് കാറ്റയോൺ തന്നെയാണ്. ഇതില് സെല്ലുകളുടെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിനെ ഡിറ്റർമിൻ ചെയ്യുന്നതില്, വാട്ടർ പൊട്ടൻഷ്യലിനെ ഡിറ്റർമിൻ ചെയ്യുന്നതില് മേജർ റോൾ ആർക്കാണ്? അയാളാണ് സെല്ലുകളുടെ ടെർജിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അയാളാണ് ഗോഡ് സെല്ലുകളെ ഓപ്പൺ ചെയ്യണോ ക്ലോസ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുക. അതാരാണ്? K+ ആണ്, പൊട്ടാസ്യം ആണ്. Potassium plays a major role in determining the water potential and thereby the osmotic potential of living cells. Under option 3 ആണ് ഇവിടുത്തെ right answer. Okay, shall we move on? Yes. Deficiency symptoms of element can be visualized by what kind of changes? NCERT എന്താ പറഞ്ഞേ? ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്നാണോ, മോർഫോളജിക്കൽ ചേഞ്ചസ് എന്നാണോ, കെമിക്കൽ ചേഞ്ചസ് എന്നാണോ, അനാട്ടമിക്കൽ ചേഞ്ചസ് എന്നാണോ പറഞ്ഞത്? someone please respond to me. ചാറ്റ് ബോക്സിൽ ഏതാണ് ഓപ്ഷൻ എന്ന് പറയേ. ഇതിൽ എന്താണ് വരിക? ഡെഫിഷ്യൻസി വരുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഓരോ എസെൻഷ്യൽ എലമെന്റും, ഏതൊരു എസെൻഷ്യൽ എലമെന്റും പ്ലാന്റിന്റെ ജീവിതത്തിന് മസ്റ്റ് ആണ്. ആ മിനറലിന്റെ ഏത് ലെവലിലാണോ പ്ലാന്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വളരുക, ആ ലെവലിനെ നമ്മൾ ഓപ്റ്റിമം കോൺസെൻട്രേഷൻ എന്നാണ് വിളിക്കുക. ഓപ്റ്റിമം കോൺസെൻട്രേഷൻ എന്ന് വിളിക്കും, അല്ലേ? അതിനേക്കാൾ മിനറലിന്റെ അളവ് കുറയും തോറും പ്ലാന്റിന്റെ ഗ്രോത്തും കുറഞ്ഞു വരും. പ്ലാന്റ് മിനിമം മാത്രം വളരുന്ന മിനറൽ കോൺസെൻട്രേഷനെ നമ്മൾ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ എന്നാണ് വിളിക്കുക. Critical concentration, right? Below which the plant growth is retarded. Okay, എപ്പോഴാണോ പ്ലാന്റ് ഗ്രോത്ത് ഏത് ലെവലിനേക്കാൾ താഴെ പോകുമ്പോഴാണോ പ്ലാന്റ് ഗ്രോത്ത് മുരടിക്കുന്നത്, റിട്ടാർഡ് ചെയ്യുന്നത്, ആ ലെവലിനെ നമ്മൾ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ എന്ന് വിളിക്കും. ക്രിട്ടിക്കൽ കോൺസെൻട്രേഷനേക്കാൾ മിനറലിന്റെ അളവ് കുറയുമ്പോൾ പ്ലാന്റ് ഗ്രോത്ത് മുരടിക്കുന്ന അവസ്ഥ എത്തുമ്പോൾ അപ്പൊ നമ്മൾ മിനറൽ ഡെഫിഷ്യന്റ് കോൺസെൻട്രേഷനിലാണെന്ന് പറയും. മിനറൽ ലെവൽ ഡെഫിഷ്യന്റ് ആണെന്ന് പറയും.
ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ പ്ലാന്റ്സ് അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ചില ചേഞ്ചസ് കാണിക്കും. അത് ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആ ചേഞ്ചുകളെ നമ്മൾ ഡെഫിഷ്യൻസി സിംറ്റംസ് എന്നാണ് വിളിക്കാറ്, അല്ലേ? അപ്പോൾ ഈ ഡെഫിഷ്യൻസി സിംറ്റംസ് എന്ന് നമ്മൾ വിളിക്കാറുള്ളത് ഏത് തരം ചേഞ്ചുകളെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. സോ someone respond to me please. ആരെങ്കിലും ആൻസർ പറയേ. ഡെഫിഷ്യൻസി സിംറ്റംസ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണോ, മോർഫോളജിക്കൽ ചേഞ്ചസ് ആണോ, കെമിക്കൽ ചേഞ്ചസ് ആണോ, അനാറ്റമിക്കൽ ചേഞ്ചസ് ആണോ? ഐ എം എക്സ്പെക്ടിങ് ആൻസർ ഫ്രം യു. You just assess yourself and please share me your option. Geetika, can you please respond to me or no? Fatima, Hanna, someone please respond to me. Yeah, the real answer is morphological changes. The deficiency symptoms are expressed as morphological changes. രൂപമാറ്റമായിട്ടാ കാണുക. External visible character തന്നെയാണ് മാറുക. The next question. During biological nitrogen fixation, the energy input is 16 ATP for each NH3 ആണോ, 8 ATP for 2 NH3 ആണോ, 32 ATP for 2 അമോണിയകളാണോ, 8 ATP for each അമോണിയ ആണോ? അതിന് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷന്റെ ഇക്വേഷൻ അറിയണം, അല്ലേ? N2 plus 8 electrons plus 8 protons plus 16 ATP gives എന്തൊക്കെയാ തരിക? 2 NH3 plus 2 NH3കളെ തരും, ഒരു H2 അല്ലെങ്കിൽ 2H plus തരും, ഓക്കെ, പ്ലസ് 16 ATPനെ സ്പ്ലിറ്റ് ചെയ്താൽ 16 ADPകളും 16 ഇനോർഗാനിക് ഫോസ്ഫേറ്റുകൾ PIകളും കിട്ടും. അപ്പൊ ഇന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ നോക്ക്, 2 അമോണിയകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, 2 NH3കളെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 16 ATPകളുടെ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പോ 16 ATPകൾ 2 അമോണിയകൾക്ക് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഒരു അമോണിയ പെർ അമോണിയക്ക് എത്ര വേണ്ടിയത്? 8 ATP പെർ NH3 യൂസ് ചെയ്യും. ഒരു N2 നിന്ന്, ഒരു N ട്രിപ്പിൾ ബോണ്ട് Nൽ നിന്ന് 2 അമോണിയകൾ ഉണ്ടാവാൻ 16 ATP. അപ്പോ 8 ATP പെർ NH3 എന്നതാണ് വരിക, അല്ലേ? ആ എനർജിയൊക്കെ റൂട്ടിന്റെ സെല്ലുകൾ റെസ്പിയർ ചെയ്തെടുക്കുന്നതാണ്. സോ 16 ATP ഫോർ ഈച്ച് NH3. ഓരോ NH3ക്കും 16 ആണോ? അല്ല. 8 ATP ഫോർ 2 NH3 ആണോ? അതുമല്ല. 32 ATPന്റെ കണക്ക് ഇവിടെ എവിടെയും പറഞ്ഞോ? ഇല്ല. അപ്പൊ റൈറ്റ് ആൻസർ ഏതാ വരിക? 8 ATP ഫോർ വാട്ട്? 8 ATP ഫോർ ഈച്ച് NH3. ഓരോ NH3ക്കും 8 ATP വീതം. അപ്പൊ 2 NH3ക്ക് 16 ATP. That's why option 4 is the right answer. Okay. All right. The first stable product of biological nitrogen fixation is, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷന്റെ പ്രൊഡക്റ്റ് ഏതാ, ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷന്റെ പ്രൊഡക്റ്റ് ഏതാ, ഇലക്ട്രിക്കൽ നൈട്രജൻ ഫിക്സേഷന്റെ പ്രൊഡക്റ്റ് ഏതാണെന്ന്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷന് വേണ്ടി NCERT തന്ന പിക്ചർ ഡയഗ്രാം നോക്കിയാൽ അതിൽ ഫസ്റ്റ് റിഡക്ഷൻ കൊണ്ട് N ട്രിപ്പിൾ ബോണ്ട് Nൽ നിന്ന് NH ഡബിൾ ബോണ്ട് NH ആവും. സെക്കൻഡ് റിഡക്ഷൻ കൊണ്ട് NH2 സിംഗിൾ ബോണ്ട് NH2 ആകും. തേർഡ് റിഡക്ഷൻ കൊണ്ട് NH3 ആൻഡ് NH3 ഫ്രീ ആകും എന്ന ഇക്വേഷൻ കാണുമ്പോൾ ചിലരെങ്കിലും ഈ ക്വസ്റ്റ്യനിൽ തെറ്റിദ്ധരിച്ച് ആദ്യ പ്രൊഡക്റ്റ് NH ഡബിൾ ബോണ്ട് NH ആവുമെന്ന് വിചാരിച്ചേക്കാം. പക്ഷെ മക്കൾ, അത് അൺസ്റ്റേബിൾ ആണ്. അതല്ല ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ്. നമ്മളോട് സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചതുകൊണ്ട് NH ഡബിൾ ബോണ്ട് NH അല്ല, ഓക്കെ, NH2 സിംഗിൾ ബോണ്ട് NH2 അല്ല, ഓക്കെ, അത് NH3 തന്നെയാണ്, അമോണിയകൾ തന്നെയാണ്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷന്റെ സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആയി മണ്ണിൽ അവശേഷിക്കുന്നത് അമോണിയ എന്ന NH3കളാണ്. ഓക്കെ, യെസ്. ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്, അപ്പോൾ ഫോട്ടോസിന്തസിസ് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Plants mainly utilize the red and blue regions of visible spectrum. For the first time it was concluded by, അപ്പോൾ നമ്മളോട് ആക്ഷൻ സ്പെക്ട്രത്തെ പറ്റിയാണ് ചോദ്യം. ആരാണ് ആക്ഷൻ സ്പെക്ട്രം ആദ്യമായി പറഞ്ഞു തന്നതെന്നാണ് ക്വസ്റ്റ്യൻ.
ആക്ഷൻ സ്പെക്ട്രം അറിഞ്ഞാൽ അപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് വിസിബിൾ ലൈറ്റ് എന്ന വൈറ്റ് ലൈറ്റ് എന്ന വിബ്ജിയോറിലെ ബ്ലൂ ലൈറ്റിലും റെഡ് ലൈറ്റിലുമാണ് ഫോട്ടോസിന്തറ്റിക് റേറ്റ് മാക്സിമം എന്ന്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഏത് ലൈറ്റിലാണ് മാക്സിമം ഫോട്ടോസിന്തസിസ് എന്ന് ചോദിച്ചിട്ടുള്ള ഓപ്ഷനിൽ വൈറ്റ് ലൈറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് വേണം ചൂസ് ചെയ്യാൻ. കാരണം വൈറ്റ് ലൈറ്റ് വിബ്ജിയോർ മൊത്തത്തിലാണ്, അപ്പോൾ അവിടെ ആയിരിക്കും മാക്സിമം ഫോട്ടോസിന്തസിസ്. ഓപ്ഷനിൽ വൈറ്റ് ലൈറ്റ് ഇല്ല എങ്കിൽ മാത്രമാണ് ബ്ലൂ ആൻഡ് റെഡ് റീജിയൻസ് ഓഫ് ലൈറ്റ് എന്നതിനെ ഓപ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോ അതാദ്യമായി കോയിൻ ചെയ്തത് ആര് എന്നതാണ് ക്വസ്റ്റ്യൻ. ജാൻ ഇഞ്ചൻഹൗസ്, ജോസഫ് പ്രീസ്ലി, T.W. Engelmann and Cornelius Van Niel എന്നതാണ് ഓപ്ഷൻസ്. ജാൻ ഇഞ്ചൻഹൗസ് അക്വാട്ടിക് പ്ലാന്റ്സിലെ എലഗന്റ് എക്സ്പെരിമെന്റ് നടത്തിയിട്ട് ഗ്രീൻ പ്ലാന്റ് പാർട്ടിൽ നിന്ന് മാത്രം വെൽ ഇല്യൂമിനേഷൻ ലൈറ്റ് കിട്ടുമ്പോൾ മാത്രമാണ് ഓക്സിജൻ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞു തന്ന ആളാണ്. ജോസഫ് പ്രീസ്ലി ബെൽ ജാർ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് ഓക്സിജൻ ഡിസ്കവർ ചെയ്ത ആളാണ്. കോർണീലിയസ് വാൻ നീൽ അദ്ദേഹം ഗ്രീൻ ആൻഡ് പർപ്പിൾ സൾഫർ ബാക്ടീരിയമുകളിൽ വാട്ടറിന് പകരം H2S യൂസ് ചെയ്യുന്ന ഫോട്ടോസിന്തസിസിൽ പുറത്തു വരുന്ന ഗ്യാസ് ഓക്സിജൻ അല്ല, പകരം സൾഫർ അല്ലെങ്കിൽ സൾഫേറ്റ് ആണ് എന്ന് പറഞ്ഞു തന്നുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന CO2 വാട്ടർ എന്ന H2O തമ്മിലാണ് റിയാക്ഷൻ എങ്കിൽ അപ്പോ പുറത്തു വരുന്ന ഓക്സിജൻ അത് കാർബൺ ഡൈ ഓക്സൈഡിലെ ഓക്സിജൻ അല്ല, വാട്ടറിന്റെ ഓക്സിജൻ ആണ് പുറത്തു വരിക എന്ന് പറഞ്ഞു തന്ന സയന്റിസ്റ്റ് ആണ്. അതിനുവേണ്ടി അദ്ദേഹം കാർബൺ ഡൈ ഓക്സൈഡിന്റെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് വാട്ടറിന് പകരം H2S യൂസ് ചെയ്തപ്പോ പുറത്തു വന്നത് സൾഫർ അല്ലെങ്കിൽ സൾഫേറ്റ് ആണ് എന്ന് മനസ്സിലാക്കി തന്ന ആളാണ്. ഓക്കെ, കോർണീലിയസ് വാൻ നീൽ. ആദ്യത്തെ ആക്ഷൻ സ്പെക്ട്രം പറഞ്ഞു തന്നത് T.W. Engelmann ആണ്. Using a green alga called the cladophora suspended with a aerobic bacteria. വൈറ്റ് ലൈറ്റിനെ പ്രിസമിൽ കൂടി കടത്തിവിട്ട് വിബ്ജിയോറാക്കി സ്പെക്ട്രൽ ഫ്രാഗ്മെന്റുകളാക്കിയിട്ട് ആ സ്പെക്ട്രൽ ഫ്രാഗ്മെന്റ്സ് ഓഫ് ലൈറ്റിനെ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഇല്യൂമിനേറ്റ് ചെയ്യിപ്പിച്ചു. ടെസ്റ്റ് ട്യൂബ് വാട്ടറിൽ ഗ്രീൻ ആൽഗയായ ക്ലാഡോഫോറയും എയറോബിക് ബാക്ടീരിയകളെ മിക്സ് ചെയ്തിട്ടു. ആ എയറോബിക് ബാക്ടീരിയകൾ കോളനൈസ് ചെയ്യുന്നത് ബ്ലൂ ലൈറ്റിന് നേരെയും റെഡ് ലൈറ്റിന് നേരെയുമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. അവിടെയാണ് ഓക്സിജൻ റിലീസ് മാക്സിമം, അവിടെയാണ് ഫോട്ടോസിന്തസിസ് മാക്സിമം എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് T.W. Engelmann എന്നതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, all fine. We are getting into the next question. Listen to me. During photosynthesisന്റെ സമയത്ത് stroma lamellae of chloroplast could perform. ആരെ stroma lamellae? ക്ലോറോപ്ലാസ്റ്റിനകത്തെ ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്ലാസ്മ മെംബ്രെയിൻ ചാനൽസിന്റെ പേരാണല്ലോ സ്ട്രോമ ലാമെല്ലെ അല്ലേ? ആ സ്ട്രോമ ലാമെല്ലേന്റെ പ്രത്യേകത എന്താ മക്കളെ? സ്ട്രോമ ലാമെല്ലയിൽ PS1 മാത്രമേ ഉള്ളൂ, അവിടെ PS2നെ കാണൂല, അവിടെ PS1 മാത്രമേ ഉള്ളൂ, ഫോട്ടോ സിസ്റ്റം 1 മാത്രമേ ഉള്ളൂ സ്ട്രോമ ലാമെല്ലയിൽ. അപ്പൊ അവിടെ എന്താ നടക്കാന്നാ ക്വസ്റ്റ്യൻ. The process of dark reaction in which ATP utilized. ശരിയാവോ? ഇല്ല. എന്തുകൊണ്ട്? ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിനുള്ളിലെ ഫ്ലൂയിഡിലാണ്. അവിടെയാണ് ഡാർക്ക് റിയാക്ഷന്റെ സൈറ്റ്. അതിന്റെ പേര് സ്ട്രോമ എന്നാണ്, അല്ലാതെ സ്ട്രോമ ലാമെല്ലെ എന്നല്ല. സ്ട്രോമ ലാമെല്ലെ ഗ്രാനേന്റെ ഭാഗമാണ്, അവിടെ ലൈറ്റ് റിയാക്ഷനാണ് നടക്കുക. അതുകൊണ്ട് ഓപ്ഷൻ എ പറ്റൂല. The process of light reaction which produce NADPH plus H plus. No, because അത് നടക്കുക ഗ്രാന ലാമെല്ലയിലാണ്. അത് നടക്കാൻ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ വേണം. അതിന് PS1 വേണം, PS2 വേണം. രണ്ടും ചേർന്നുള്ളത് ഗ്രാന ലാമെല്ലെ എന്ന തൈലക്കോഡ് മെംബ്രെയിനുകളിലാണ്. അവിടെ NADPH ഫോം ചെയ്യുള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ 2 ശരിയാവില്ല. 3. The process of dark reaction in which utilize NADPH plus H plus. അതല്ല, ഡാർക്ക് റിയാക്ഷൻ നടക്കുന്ന സ്ഥലം സ്ട്രോമ എന്ന ഫ്ലൂയിഡ് ആണ്, അല്ലാതെ ഗ്രാനയല്ല. The process of light reaction which produce ATP. അതാണ് റൈറ്റ് ആൻസർ. കാരണം PS1 മാത്രമുള്ള സ്ഥലത്ത് നടക്കാൻ പോണത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ ആണ്. അപ്പോ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്താ അങ്ങനെ വിളിക്കാനുള്ള കാരണം?
എന്താണ് ഈ ഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിലേക്ക് ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്യുന്നതിന്റെ പേരാണ് ഫോസ്ഫോറൈലേഷൻ. ATP ഉണ്ടാകുമ്പോൾ നടക്കുന്ന റിയാക്ഷൻ ഫോസ്ഫോറൈലേഷൻ ആണ്. ADP എന്ന അഡിനോസിൻ ഡൈഫോസ്ഫേറ്റിലേക്ക് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്താണ് ATP ആവുക. അതൊരു ഫോസ്ഫോറൈലേഷൻ ആണ്. അത് നടക്കണമെങ്കിൽ കെമിയോസ്മോസിസ് നടക്കണം. പ്രോട്ടോണുകളായ H+ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടത്തണം, കെമിയോസ്മോസിസ് നടത്തണം. കെമിയോസ്മോസിസ് നടക്കണമെങ്കിൽ പ്രോട്ടോൺ ഗ്രേഡിയന്റ് വേണം. H+ കൂടുതലുള്ള ഒരു സ്ഥലവും H+ കുറവുള്ള ഒരു സ്ഥലവും മെംബ്രെയിന്റെ ഇരുവശങ്ങളിലുമായി വേണം. അതുണ്ടാവണമെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കണം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ETS അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന ETC നടക്കണം. അതിനുവേണ്ടി ഇലക്ട്രോണുകൾ എക്സൈറ്റ് ചെയ്യണം. ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായി ഇലക്ട്രോണുകൾ എക്സൈറ്റ് ചെയ്യുന്നത് ലൈറ്റ് എനർജി കൊണ്ടാണ്. അപ്പൊ ലൈറ്റ് എനർജി കൊണ്ട് ഇലക്ട്രോണുകൾ എക്സൈറ്റ് ചെയ്യും. എക്സൈറ്റ് ചെയ്ത് ഇലക്ട്രോൺ ETS നടത്തും. ETS നടക്കുമ്പോൾ പ്രോട്ടോൺ ഗ്രേഡിയന്റ്, പ്രോട്ടോൺ പമ്പ് ചെയ്ത് ഗ്രേഡിയന്റ് ഉണ്ടാവും. പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഇക്വിലിബ്രിയം ആക്കാൻ കെമിയോസ്മോസിസ് എന്ന പ്രോട്ടോണിന്റെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കും. FOF1 CFOCF1 പാർട്ടിക്കിളിൽ കൂടി. അതിന്റെ ഭാഗമായി ATP ഉണ്ടാവലാണ് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. ഫോട്ടോഫോസ്ഫോറൈലേഷനിലെ ETSൽ ഇലക്ട്രോണുകളുടെ പാത്ത് സർക്കുലർ ആവാം. അപ്പോഴുള്ള പേരാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ പാത്ത് സിഗ്സാഗ് ആവാം, പേര് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. ഓക്കെ, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ PS1 മാത്രമാണ് ഇൻവോൾവ് ചെയ്യാറ്. അത് നടക്കുക സ്ട്രോമ ലാമെല്ലെ എന്ന സ്ഥലത്താണ്. ഓക്കെ, അവിടെ ഇലക്ട്രോണുകളുടെ പാത്ത് സർക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുക. അവിടെ ATP മാത്രമാണ് ഫോം ചെയ്യുക. അവിടെ വാട്ടർ സ്പ്ലിറ്റിംഗ് ഇല്ല, അവിടെ ഓക്സിജൻ റിലീസും ഇല്ല എന്നതൊക്കെ ഓർക്കണം. അപ്പൊ സ്ട്രോമ ലാമെല്ലയിലെ കാര്യം ചോദിച്ചാല് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ ആണ്. അവിടെ NADPH ഉണ്ടാവില്ല, അവിടെ ഉണ്ടാവുന്നത് ATP മാത്രമാണ്. Thereby option 4 is the right answer. ഓക്കെ, രാധൻ ചോദിക്കുന്നുണ്ട് ക്യൂസ് ഇല്ലേന്ന്. നമ്മൾ ഇന്നൊന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ്. ഇന്ന് നമ്മളൊരു ഡിസ്കഷൻ ടൈപ്പിലാണ്. ഓക്കെ, ക്യൂസിലല്ല. ഓക്കെ, യെസ്, കുറച്ചും കൂടി ഇൻഫർമേഷൻ പറയാൻ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ്. യെസ്, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the correct ratio of ATP utilization in steps of Calvin cycle? കാൽവിൻ സൈക്കിൾ C3 സൈക്കിൾ ഓർമ്മ വരുന്നുണ്ടാവുമല്ലോ. അവിടെ 3 റിയാക്ഷനുകളാണുള്ളത്. ആദ്യ റിയാക്ഷന്റെ പേരെന്താ? കാർബോക്സിലേഷൻ. അതിന് എനർജിന്റെ ചെലവൊന്നുമില്ല. കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. സെക്കൻഡ് റിയാക്ഷന്റെ പേരെന്താ? റിഡക്ഷൻ. ഒരു കാൽവിൻ സൈക്കിളിൽ റിഡക്ഷൻ നടക്കാൻ വേണ്ടി 2 ATPകളും ചെലവാകും, 2 NADPHകളും ചെലവാകും, അല്ലേ? മൂന്നാമത്തെ സ്റ്റെപ്പിന്റെ പേരെന്താ? റീജനറേഷൻ. ഒരു കാൽവിൻ സൈക്കിളിലെ റീജനറേഷന് 1 ATP ആണ് ചെലവാവാറ്. ഒരു സിംഗിൾ ATP ആണ് ചെലവാവുക. അങ്ങനെയാണ് ഒരു കാൽവിൻ സൈക്കിളില് റിഡക്ഷനിലെ 2 ATPയും റീജനറേഷനിലെ 1 ATPയും ചേർന്ന് 3 ATPകളും റിഡക്ഷനിലെ 2 NADPHകളും പെർ സൈക്കിൾ ചെലവാകും എന്ന് പറയാറ്. Right. അപ്പോ അതാണ് ക്വസ്റ്റ്യൻ. What is the correct ratio of ATP utilization in steps of Calvin cycle? Reduction raised to regeneration ആണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോ 1 and 1 ആണോ? റിഡക്ഷനിൽ 1 ATP, റീജനറേഷനിൽ 1 ATP ആണോ? അല്ല. റിഡക്ഷനിൽ 2 ATP, റീജനറേഷനിൽ 1 ATP ആണോ? അതെ. അപ്പൊ അതന്നെയാണ് ഇവിടുത്തെ ആൻസർ വരിക. റിഡക്ഷനിലും റീജനറേഷനിലും 2 വീതം വേണോ പെർ സൈക്കിൾ? ഇല്ല. റിഡക്ഷനിലും റീജനറേഷനിലെ റിഡക്ഷന് 1ഉം റീജനറേഷന് 2ഉം ആണോ? അല്ല, തിരിച്ചാണ്. റിഡക്ഷനിൽ 2ഉം റീജനറേഷനിൽ 1ഉം ആണ്. ഓക്കെ, അതുകൊണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. ഓക്കെ, യെസ്, മൂവിങ് ഓൺ. The productivity is better in C4 plants. ശരിയാണ്. കാരണം C3 ചെടികളിൽ ഫോട്ടോ റെസ്പിറേഷൻ എന്ന C2 സൈക്കിളിന്റെ സാധ്യതയുണ്ട്. അതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ് ആണ്. അത് ഫോട്ടോസിന്തസിസിന്റെ ഭാഗമാണെങ്കിൽ പോലും ഗ്ലൂക്കോസ് ഉണ്ടാവുന്നില്ല.
അത് അപ്ടേക്ക് ചെയ്തത് റെസ്പിറേഷനിലെ പോലെ ഓക്സിജനെ ആണെങ്കിലും റെസ്പിറേഷനിലെ പോലത്തെ എനർജി റിലീസും ഇല്ല. ഇൻസ്റ്റെഡ് ദ എനർജി ഇസ് കൺസ്യൂംഡ്. അതുകൊണ്ട് C3 ചെടികളിൽ ലൈറ്റ് കൂടുമ്പോഴും ടെമ്പറേച്ചർ കൂടുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് കുറയുമ്പോഴും ഓക്സിജൻ കൂടുമ്പോഴും നടക്കുന്ന എങ്ങനെ ഓക്സിജൻ കൂടുമ്പോ, ടെമ്പറേച്ചർ കൂടുമ്പോ, ലൈറ്റ് കൂടുമ്പോ, കാർബൺ കുറയുമ്പോ C3 ചെടികളിൽ നടക്കാറുള്ള ഫോട്ടോ റെസ്പിറേഷൻ എന്ന C2 സൈക്കിൾ എന്ന ഫോസ്ഫോഗ്ലൈക്കോലേറ്റ് പാത്വേ അതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ് ടു ദ പ്ലാന്റ്സ് ആണ്. അതിനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് C3 ചെടികളുടെ എഫിഷ്യൻസി കുറവുമാണ്. C4 ചെടികളിൽ ഫോട്ടോ റെസ്പിറേഷൻ ചാൻസുകളില്ല. അതുകൊണ്ട് C4 ചെടികളുടെ എഫിഷ്യൻസി കൂടുതലാണ്, പ്രൊഡക്ടിവിറ്റി ബെറ്റർ ആണ്. സോ ദ പ്രൊഡക്ടിവിറ്റി ഈസ് ബെറ്റർ ഇൻ C4 പ്ലാന്റ്സ് ബിക്കോസ് റീസൺ ഫോട്ടോ റെസ്പിറേഷൻ സാധ്യതയില്ല എന്നതാണ്. അതിന് കറസ്പോണ്ടിങ് ആയ ഏത് ഓപ്ഷൻ ഉള്ളതെന്ന് നോക്കൂ. ദ ഇൻക്രീസ് ദ ഇൻട്രാസെല്ലുലാർ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ മീസോഫിൽ സെൽ. നിങ്ങൾ ഓർക്കണേ, ക്രാൻസ് അനാറ്റമിയാണ് C4 ചെടികൾക്ക് ഉണ്ടാവുക. നടുവിൽ അവർക്ക് വാസ്കുലാർ ബണ്ടിലുകൾ ഉണ്ടാവും. വാസ്കുലാർ ബണ്ടിലിന് ചുറ്റും നല്ല തിക്ക് വാൾഡ് ആയ ബണ്ടിൽ ഷീത്ത് സെല്ലുകളാണ് ഉണ്ടാവുക. ഓക്കെ, ബണ്ടിൽ ഷീത്ത് സെല്ലുകളാണ് വാസ്കുലാർ ബണ്ടിലിന് ചുറ്റും ഉണ്ടാവുക. ഓക്കെ, ആ ബണ്ടിൽ ഷീത്ത് സെല്ലുകൾക്ക് ചുറ്റുമായിട്ടാണ് മീസോഫിൽ സെല്ലുകൾ ഇരിക്കുക. ഓക്കെ, മീസോഫിൽ സെല്ലുകളെ കാണുന്നത് അത് ബണ്ടിൽ ഷീറ്റ് സെല്ലുകളുടെയും പുറത്തായിട്ടാണ്. അവർക്കപ്പോ പുറമേ ഇരിക്കുന്ന മീസോഫിൽ സെല്ലുകളിലാണ് പ്രൈമറി കാർബൺ ഫിക്സേഷൻ നടക്കുക. ആദ്യമായി കാർബണിനെ ഫിക്സ് ചെയ്യുന്നത് മീസോഫിൽ സെല്ലുകളിലാണ്. ഇതാണ് മക്കളെ റീത്ത് ലൈക്ക് അനാറ്റമി, ക്രാൻസ് അനാറ്റമി, where the vascular bundles are surrounded by whom? Surrounded by bundle sheath cells, and they are even surrounded by whom? Mesophil cells. അല്ലെ, അവിടെ മീസോഫിൽ സെല്ലുകളിലാണ് പ്രൈമറി കാർബൺ ഫിക്സേഷൻ നടക്കുക. പ്രൈമറി കാർബൺ ഫിക്സേഷൻ അതിനുവേണ്ടി സഹായിക്കുന്ന എൻസൈമിന്റെ പേര് ഇവർക്ക് പെപ്കേസ് എന്നാണ്. ഫോസ്ഫൈനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് എന്നാണ്. ബണ്ടിൽ ഷീത്ത് സെല്ലുകളിലാണ് സെക്കൻഡറി കാർബൺ ഫിക്സേഷൻ നടക്കുക. അതിനാണ് അവിടെ റുബിസ്കോ എന്ന കാർബോക്സിലേസ് ഓക്സിജനേസ് ആക്ടിവിറ്റി ഉള്ള ആളുള്ളത്. അയാൾക്ക് കാർബോക്സിലേഷൻ നടന്നാൽ C3 സൈക്കിൾ ആവും. അയാൾക്ക് ഓക്സിജനേഷൻ നടന്നാൽ C2 സൈക്കിൾ എന്ന ഫോട്ടോ റെസ്പിറേഷന്റെ സാധ്യത വരും. അത് പക്ഷേ C4 ചെടികൾക്കില്ല. അപ്പോ അതിന്റെ റീസൺ ആണ് ചോദിക്കണേ. ദ ഇൻക്രീസ് ദ ഇൻട്രാസെല്ലുലാർ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ മീസോഫിൽ സെൽ. അത് ശരിയല്ല. കാരണം മീസോഫിൽ സെല്ലിലുള്ളത് പെപ്കേസ് ആണ്. അവിടെ കാർബണിന്റെ അളവ് കൂട്ടേണ്ടതില്ല. പെപ്കേസ് ഫോസ്ഫൈനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് ആണ്. കാർബണിനെ എടുക്കുള്ളൂ. അതുകൊണ്ട് അവിടെ ഓക്സിജൻ എടുക്കുന്നുള്ള പേടി വേണ്ട. In these plants, Rubisco has much greater affinity for oxygen than for carbon dioxide. അങ്ങനെയൊന്നുമില്ല, റൈറ്റ്? റുബിസ്കോയ്ക്ക് കൂടുതൽ അഫിനിറ്റി ഓൾവേസ് കാർബൺ ഡൈ ഓക്സൈഡിനോടാണ്. ഏത് ചെടിയിലായാലും റുബിസ്കോ കൂടുതൽ അഫിനിറ്റി കാർബൺ ഡൈ ഓക്സൈഡിനോടാണ് കാണിക്കുക. ഈക്വൽ പെർസെൻറ്റേജ് ഓക്സിജനും കാർബണും കിട്ടിയാൽ പോലും റുബിസ്കോ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയുള്ളൂ. ഓക്കെ, ഓക്സിജൻ കൂടുകയും കാർബൺ കുറയുകയും ചെയ്യുമ്പോൾ മാത്രമേ ഓക്സിജനേഷൻ നടത്തുകയുള്ളൂ. These plants can prevent competitive binding phenomena related to Rubisco. Exactly. അപ്പൊ അവിടെയാണ് നമ്മുടെ ആൻസർ വന്ന് നിൽക്കുക. ബണ്ടിൽ ഷീറ്റുകളിൽ റുബിസ്കോയിൽ ഓക്സിജനെ ആഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ലാണ്ടാക്കും. റുബിസ്കോയിലേക്ക് കാർബണിനെ തന്നെ കൊണ്ടുപോയി കൊടുക്കും. അതിനുവേണ്ടി ബണ്ടിൽ ഷീറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂട്ടും. അതുവഴി ദീസ് പ്ലാന്റ്സ് ക്യാൻ പ്രിവെന്റ് കോമ്പറ്റീറ്റീവ് ബൈൻഡിങ് ഫിനോമിന റിലേറ്റഡ് ടു റുബിസ്കോ. റുബിസ്കോയിലേക്ക് കയറി ഒട്ടാൻ, റുബിസ്കോയിലേക്ക് ആഡ് ആവാൻ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും തമ്മിലുള്ള കോമ്പറ്റീഷൻ ഇല്ലാണ്ടാക്കും. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂട്ടിയിട്ട് കാർബൺ തന്നെ ജയിക്കുന്ന രീതിയിലാക്കും. These plants minimize the carboxylase activity of Rubisco. No, carboxylase activity കുറഞ്ഞാൽ പിന്നെ ഓക്സിജനേഷൻ അല്ലേ നടക്കുക. അത് പ്രശ്നമാവല്ലേ ചെയ്യുക, ഫോട്ടോ റെസ്പിറേഷൻ അല്ലേ ആവുക. So option 3 itself is the right answer. Okay, moving on to the next question. 2H2A plus carbon dioxide in the presence of light produces A instead of oxygen while using water. വാട്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓക്സിജൻ വരുന്നതിന് പകരം H2A യൂസ് ചെയ്താൽ A എന്നത് വരും. പിന്നെ CH2O n times, അതാണല്ലോ ഗ്ലൂക്കോസ്. പിന്നെ H2 ആണ് പുറത്തു വരിക. In this given equation H2A represents
മക്കളിവിടെ ഫോട്ടോസിന്തസിസിൽ എന്താ നടക്കുക? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യം പറഞ്ഞാൽ ദാറ്റ് അണ്ടർഗോ റിഡക്ഷൻ. കാർബൺ ഡൈ ഓക്സൈഡിന് നടക്കാൻ പോണത് റിഡക്ഷൻ ആണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് അണ്ടർഗോ റിഡക്ഷൻ. കാർബൺ ഡൈ ഓക്സൈഡ് അണ്ടർഗോ വാട്ട്? റിഡക്ഷൻ. അതിനുവേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് ഒരു റെഡ്യൂസിബിൾ സബ്സ്റ്റൻസ് ആണ്. റെഡ്യൂസിബിൾ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, റിഡക്ഷൻ നടത്താൻ പറ്റുന്ന സാധനമാണ്. ആൻഡ് ഓൾസോ ഓക്സിഡേഷൻ ഏജന്റ് ആണ്. ഓക്സിഡേഷൻ ഏജന്റുമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റി ഇതാണ് അറിയേണ്ടത്. കാർബൺ ഡൈ ഓക്സൈഡിന് നടക്കാൻ പോണത് റിഡക്ഷൻ ആണ്. അതൊരു റെഡ്യൂസിബിൾ സബ്സ്റ്റൻസ് ആണ്. അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതേസമയം H2O അല്ലെങ്കിൽ H2A, H2S എന്നൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാർ, H2O ആണ് ചെടികൾക്കൊക്കെ, സൾഫർ ബാക്ടീരിയകൾക്കൊക്കെ H2S ആണ്. സിംബോളിക്കായി നമുക്ക് അതിനെ H2A എന്ന് പറയാം. ആ സംഭവം അതിന് നടക്കാൻ പോണത് എന്താ? ദാറ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ. അതിന് നടക്കാൻ പോണത് ഓക്സിഡേഷൻ ആണ്. ഓക്കെ, അതിനു വേണ്ടി അതൊരു ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസ് ആണ്. ഒരു ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസ് ആണ് ഈ സാധനങ്ങൾ. അതുകൊണ്ട് അതൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യുന്ന ഏജന്റ് ആണ് H2O അല്ലെങ്കിൽ H2S അല്ലെങ്കിൽ H2A. ഇനി പറ, ഈ ഇക്വേഷനിൽ H2A ആരാണ്? സ്യൂട്ടബിൾ റെഡ്യൂസിബിൾ കോമ്പൗണ്ട് ആണോ? അല്ല. കാരണം റെഡ്യൂസിബിൾ കോമ്പൗണ്ട് ആരാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. റെഡ്യൂസിബിൾ കോമ്പൗണ്ട്, റിഡക്ഷൻ നടക്കുന്ന റെഡ്യൂസിബിൾ. ഓക്കെ, അതിന് റിഡക്ഷൻ നടത്താൻ പറ്റുമെന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സ്യൂട്ടബിൾ ഓക്സിഡൈസബിൾ കോമ്പൗണ്ട്, യെസ്, അതാണ്. ഓക്കെ, ഓക്സിഡൈസബിൾ കോമ്പൗണ്ട് ആണ്. ഓക്സിഡൈസബിൾ കോമ്പൗണ്ട് ദാറ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ for what? For reducing carbon dioxide. അതാണ് ആൻസർ. ബഫർ ആണോ? pH കൺട്രോളിംഗ് ഏജന്റ് ആണോ? അല്ല. both 1 and 2 ആണോ? അതും അല്ല. അപ്പോൾ H2O plus CO2 ആയിട്ടുള്ള റിയാക്ഷനിൽ H2O undergo oxidation because H2O is an oxidizable compound and a reducing agent. Carbon dioxide undergo reduction because carbon dioxide is a reducible compound and oxidizing agent. എന്നൊക്കെയാണ് ഓർക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. യെസ്. How does PS2 supply electrons continuously? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യന്റെ കൂടെ അല്ലേ? PS2 തൈലക്കോയിഡ് മെംബ്രെയിന്റെ ഇന്നർ സർഫസിലാണ് നിൽക്കുക. അവിടെയാണ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ എന്ന ഹൈഡ്രോലൈസിസ് എന്ന ഫോട്ടോലൈസിസ് നടക്കുക. അത് ചെയ്യാൻ മാംഗനീസും ക്ലോറിനും സഹായിക്കും. പ്രൊഡക്ട്സ് ആയി പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഓക്സിജനും ഉണ്ടാവും. ഓക്സിജനെ ഡിഫ്യൂസ് ചെയ്ത് പുറത്ത് കളയും. പ്രോട്ടോണുകളെ തൈലക്കോയിഡിന്റെ ല്യൂമനിൽ ഡംപ് ചെയ്യും. ഇലക്ട്രോണുകളെ PS2 സപ്ലൈ ചെയ്യുമെന്ന്. സോ ബൈ റിമൂവിങ് ഇലക്ട്രോൺസ് ഫ്രം ഫോട്ടോൺ, ലൈറ്റിൽ നിന്ന് ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്തിട്ടാണോ? ബൈ റിമൂവിങ് ഇലക്ട്രോൺസ് ഫ്രം വാട്ടർ ആണോ? ബൈ റിമൂവിങ് ഇലക്ട്രോൺസ് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? അതോ ബൈ റിമൂവിങ് ഇലക്ട്രോൺസ് ഫ്രം കോൺസ്റ്റിറ്റ്യൂവന്റ് കരോട്ടിനോയിഡ്സ് ആണോ? PS2 ഇതിൽ ഏത് വഴി ചെയ്തിട്ടാണ് PS2 ഇലക്ട്രോണുകളെ സപ്ലൈ ചെയ്യുക? അത് ഫ്രം വാട്ടർ ആണ്. വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന വാട്ടർ ഓക്സിഡേഷൻ എന്ന ഹൈഡ്രോലൈസിസ് എന്ന ഫോട്ടോലൈസിസ് നടത്തിയിട്ടാണ് വാട്ടറിത്തെ ഇലക്ട്രോണുകളെയാണ് PS2 സപ്ലൈ ചെയ്യുക. ഓപ്ഷൻ 2 is the right answer. Yes. ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോസിന്തറ്റിക് ഫേസ്, ഡാർക്ക് റിയാക്ഷന്റെ വേറൊരു പേരാണ് ബയോസിന്തറ്റിക് ഫേസ്. ഓക്കെ, ഡാർക്ക് റിയാക്ഷൻ ആണത്. ഫോട്ടോസിന്തസിസിലെ ഡാർക്ക് റിയാക്ഷനെ വിളിക്കാറുള്ള പേരാണ് എന്ത്? ബയോസിന്തറ്റിക് ഫേസ്. അപ്പോ classification of biosynthetic phase of dark reaction as C3 and C4 is primarily based on options: initial carbon dioxide fixation, final carbon dioxide assimilation, first carbon dioxide receptor, number of ATP get consumed. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മക്കളെ? ഇറ്റ്സ് ആക്ച്വലി based on number of carbon. ഏതിലുള്ള number of carbon? Number of carbon in the first carbon fixation product. Okay, first
കാർബൺ ഫിക്സേഷൻ പ്രൊഡക്റ്റിലെ കാർബൺ നമ്പർ നോക്കിയിട്ടാണ് C3 എന്നും C4 എന്നും പേരിട്ടത് അല്ലെ. C3 ചെടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രൊഡക്റ്റിന്റെ പേര് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അഥവാ ഫോസ്ഫോഗ്ലിസറേറ്റ് എന്നാണ്. അതൊരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്, അതുകൊണ്ടാണ് C3 സൈക്കിൾ എന്ന് പേരിട്ടത്. അതേസമയം C4 സൈക്കിൾ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേയിൽ ഫസ്റ്റ് കാർബൺ ഫിക്സേഷൻ പ്രൊഡക്റ്റിന്റെ പേര് OAA എന്നാണ്. അതൊരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്, അതുകൊണ്ടാണ് അതിനെ C4 സൈക്കിൾ എന്ന് വിളിച്ചത് അല്ലെ. C3 ചെടികളിൽ 5 കാർബണുകളുള്ള RUBPയിലേക്ക് ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അൺസ്റ്റേബിൾ 6 കാർബൺ കോമ്പൗണ്ടിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 മോളിക്യൂൾ PGAകൾ കിട്ടും. ഓരോന്നിനും 3 കാർബൺ വീതമാണ്. ഫസ്റ്റ് പ്രൊഡക്റ്റ് 3 കാർബൺ ആയതുകൊണ്ട് C3 സൈക്കിൾ എന്ന് വിളിക്കും. C4 ചെടികളിൽ PEP എന്ന പേരുള്ള ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് എന്ന ഫസ്റ്റ് കാർബൺ ആക്സെപ്റ്ററിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യുമ്പോൾ 4 കാർബൺ ഓർഗാനിക് ആസിഡ് ആയ OAA കിട്ടും. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് റിസെപ്റ്റർ ബട്ട് ബേസ്ഡ് ഓൺ ദ പ്രൊഡക്റ്റ് ആണ്. ATP അല്ല, കാർബൺ അസിമിലേഷൻ ഫൈനൽ അല്ല, ഇനീഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷന്റെ പ്രൊഡക്റ്റിലെ കാർബൺ നമ്പർ നോക്കിയിട്ടാണ്. അപ്പോ ഓപ്ഷൻ 1 മാത്രം നമുക്ക് ശരിയാവുള്ളൂ. ഇനീഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷനിലെ പ്രൊഡക്റ്റിലെ കാർബൺ നമ്പർ അനുസരിച്ചാണ് C3 സൈക്കിളും C4 സൈക്കിളും. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In C4 plants there is no photorespiration because നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞതാണ് റുബിസ്കോന്റെ അടുത്ത് കാർബൺ മാത്രമേ വരുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. C4 ചെടികളുടെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും കൂടാനുള്ള കാരണം അവർക്ക് ഫോട്ടോ റെസ്പിറേഷൻ നടക്കില്ല എന്നതാണ്. ഓപ്ഷൻസ്: they have ആണ് ഉദ്ദേശിച്ചത്. they have large number of chloroplasts അതാണോ? increased carbon dioxide concentration at rubisco site ആണോ? concentric arrangement of concentric, right, circular Kranz anatomy. Concentric arrangement of mesophyll cell ആയതുകൊണ്ടാണോ? greater affinity of rubisco for carbon dioxide ആണോ? ഓക്കെ, റുബിസ്കോയ്ക്ക് ഓൾവേസ് കാർബൺ ഡൈ ഓക്സൈഡിനോട് തന്നെയാണ് ഗ്രേറ്റർ അഫിനിറ്റി, അതല്ല റീസൺ. അപ്പൊ റൈറ്റ് ആൻസർ ഏതാ വരിക? ഇൻക്രീസ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ അറ്റ് റുബിസ്കോ സൈറ്റ്. ഓക്കെ, ക്രാൻസ് അനാറ്റമി ഉള്ളവർക്ക് വാസ്കുലാർ ബണ്ടിലിന് ചുറ്റുമുള്ള ബണ്ടിൽ ഷീത്ത് സെല്ലുകളിലാണ് റുബിസ്കോ ഉള്ളത്. ആ റുബിസ്കോ ഉള്ള ബണ്ടിൽ ഷീത്ത് സെല്ലുകളിൽ അവര് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലാക്കും. അതുവഴി റുബിസ്കോന്റെ ഓക്സിജനേഷൻ നടക്കാണ്ടാക്കും. റുബിസ്കോന്റെ കാർബോക്സിലേഷൻ തന്നെ നടത്തും. അങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി കൂടുക. അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. യെസ്. Which of the following is not a plant factor regulating photosynthesis? ഫോട്ടോസിന്തസിസിനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ഫാക്ടർ അല്ലാത്തത് ഏത്? ഏജ് ഓഫ് ലീഫ് ആണല്ലോ, അപ്പൊ പ്ലാന്റ് ഫാക്ടർ ആണ്. നമ്പർ ഓഫ് മീസോഫിൽ സെൽ പ്ലാന്റിൻ്റെതാണ്, അപ്പൊ ഫാക്ടർ ആണ്. അറ്റ്മോസ്ഫെറിക് കാർബൺ ഡൈ ഓക്സൈഡ് CO2 കോൺസെൻട്രേഷൻ അത് അറ്റ്മോസ്ഫിയറിൻ്റെതാണ്, പ്ലാന്റിൻ്റെതല്ല. എമൗണ്ട് ഓഫ് ക്ലോറോഫിൽ പ്ലാന്റിൻ്റെതാണ്. ഇപ്പൊ നോട്ട് എ പ്ലാന്റ് ഫാക്ടർ. ഏജ് ഓഫ് ലീഫ് പ്ലാന്റ് ഫാക്ടർ ആണ്, മീസോഫിൽ സെൽസ് പ്ലാന്റ് ഫാക്ടർ ആണ്, എമൗണ്ട് ഓഫ് ക്ലോറോഫിലും പ്ലാന്റ് ഫാക്ടർ ആണ്. അപ്പൊ ആൻസർ ഏതാ വരിക? അറ്റ്മോസ്ഫെറിക് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ അതൊരു അറ്റ്മോസ്ഫെറിക് ഫാക്ടർ ആണ്, എൻവിയോൺമെന്റൽ ഫാക്ടർ ആണ്, അല്ലാതെ എന്തല്ല? പ്ലാന്റ് ഫാക്ടർ അല്ല. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ, റൈറ്റ്? യാ. Increase in carbon dioxide concentration up to %% can cause an increase in carbon dioxide fixation rate. Beyond this, the level can become damaging over long periods. എന്നതാണ് ക്വസ്റ്റ്യൻ. NCERT ഇതൊരു സെന്റൻസ് ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസിലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഫാക്ടറിനെ കുറിച്ച്. മക്കളെ, ഭൂമിയിൽ പ്രത്യേകിച്ച് ഇക്വേറ്റർ റീജിയനിൽ കാർബണിന്റെ അളവ് ഏകദേശം 0.03 മുതൽ 0.04% വരെയാണ്. ഓക്കെ, യെസ്. അത് 0.05 വരെ ആയാൽ ഫോട്ടോസിന്തറ്റിക് റേറ്റ് ഇൻക്രീസ് ചെയ്യും. പക്ഷെ ബിയോണ്ട് ദാറ്റ് ചെടി ഡെഡ് ആവാൻ തുടങ്ങും. ഓക്സിജൻ കിട്ടാതെ, റെസ്പിയർ ചെയ്യാൻ പറ്റാതെ, സാധാ ശ്വസനം നടക്കാൻ പറ്റാത്ത പ്രശ്നം വരും.
ഓക്കെ, അതുകൊണ്ട് ആൻസർ ഇതൊരു സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. NCERT തന്ന സെന്റൻസ് ആണ്. അത് 0.05% എന്നതാണ്. ചെടികൾക്ക് സാധാരണ കിട്ടുന്ന ഓക്സിജന്റെ അളവ് 0.03 മുതൽ 0.04% വരെയാണ്. അത് കുറച്ചൊന്ന് കൂട്ടിയിട്ട് 0.05 വരെ ആക്കിയാൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. പക്ഷെ 0.05നേക്കാളും കൂടിയാൽ ദാറ്റ് ബിക്കം ഡാമേജിങ് ഓവർ ലോങ് പീരീഡ്. Yeah, option 4 is the right answer. Yes. The energy released by oxidation of a respiratory substrate, chapter respiration ആണ്, the so-called food, carbohydrate, protein, lipid, organic acid എന്നിവരെ ഓക്സിഡൈസ് ചെയ്തിട്ടാണ് അവിടെ എനർജി റിലീസ് ചെയ്യുക. അതിനെക്കുറിച്ചുള്ള 4 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റെന്ന് പറയണേ. Comes out in a single step to increase the possibility of maximum ATP production. Single step വലിയ തെറ്റാണ്. കാരണം എന്താ, ഒരിക്കലും റെസ്പിറേഷൻ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടക്കില്ല. അത് സ്ലോ ആയി സീക്വൻഷ്യലായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കൂ. ഗ്ലൈക്കോലൈസിസിൽ തന്നെ 10 സ്റ്റെപ്സ് ഉണ്ട് അല്ലേ? പിന്നെ ലിങ്ക് റിയാക്ഷൻ ഉണ്ട്. ക്രബ് സൈക്കിളിൽ സൈക്ലിക് ആയ റിയാക്ഷൻ സ്റ്റെപ്സ് ഉണ്ട്. ഫോളോഡ് ബൈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ത്രൂ 4 പ്രോട്ടീൻ കോംപ്ലക്സുകൾ ഉണ്ട്. ഫൈനലി ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ ത്രൂ ദ 5th പ്രോട്ടീൻ കോംപ്ലക്സ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും റെസ്പിറേഷൻ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടക്കില്ല. അത് തെറ്റാണ്. B is not used directly. ഏത് എനർജിന്റെ കാര്യം പറയുന്നത് കേട്ടോ. The energy released by oxidation of respiratory substrate is not used directly. ശരിയാണ്. മറിച്ച് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിൽ നിന്ന് കിട്ടുന്ന എനർജീനെ ATP ആക്കാനാണ് യൂസ് ചെയ്യുക. എന്നിട്ട് പിന്നീട് ATPനെയാണ് യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ B ശരിയാണ്. C is the energy is used directly in the energy requiring process of the organism. ഇല്ല, ഡയറക്റ്റ് ആയി യൂസ് ചെയ്യില്ല എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ അത് പറ്റില്ല. മറിച്ച് ATP ആക്കാനാണ് ഉപയോഗിക്കുക. റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന ഫുഡിൽ നിന്ന് വരുന്ന എനർജീനെ ATP ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുക. എന്നിട്ട് ATPനെയാണ് പിന്നെ കൺസ്യൂം ചെയ്യൂ. So energy is trapped as chemical energy. അതാരെ ഈ chemical energy? ATP in the energy currency of the cell. ആരെ energy currency? ATP. അപ്പൊ അത് ശരിയാണ്. അപ്പോ 4 സ്റ്റേറ്റ്മെന്റ് തന്നതിൽ എയും സിയും തെറ്റാണ്, ബിയും ഡി ആണ് ശരി. നമ്മളോട് കറക്റ്റ് ഏതാ ഇൻകറക്റ്റ് ഏതാന്നാ ചോദിച്ചത്. സി ഇൻകറക്റ്റ് ആണ്, പക്ഷെ ഡി കറക്റ്റ് ആണ്. അപ്പൊ അത് പറ്റൂല. ബി കറക്റ്റ് ആണ്, ഡിയും കറക്റ്റ് ആണ്. അപ്പൊ അതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ വരുന്നുണ്ടാവുക. എ ഇൻകറക്റ്റ് ആണ്, അപ്പൊ ശരിയായില്ല. എ അഗെയിൻ ഇൻകറക്റ്റ് ഓക്കെ ആണ്, പക്ഷെ ഡി കറക്റ്റ് ആയി വരിക. അപ്പൊ അത് ആ ഓപ്ഷനും ഇല്ല. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, കോൺഷ്യസ് ആവണം. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് പിന്നെ ഓപ്ഷൻ തരുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ. How many ATP molecules and during which step are directly synthesized in EMP pathway from one molecule of glucose? നമ്മളോട് EMP pathway ആരാ? ഗുസ്താവ് എംഡനിന്റെ എംഡനിത്തെ ഇയും ഓട്ടോ മേയർഹോഫിന്റെ എമ്മും ജെ പാർനാസിലെ പാർനാസിന്റെ പിയും ചേർന്ന EMP pathway, അതാണ് ഗ്ലൈക്കോലൈസിസ്. ഒരു മോളിക്യൂൾ 6 കാർബണുള്ള ഗ്ലൂക്കോസിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 പൈറുവിക് ആസിഡ്സ് ആക്കുന്ന പ്രോസസ്. അതിൽ യൂട്ടിലൈസ് ചെയ്ത ATPനെ പറ്റി ചോദിച്ചിട്ടില്ല. ഗ്ലൈക്കോലൈസിസിൽ ആകെ എത്ര ATP ഉണ്ടാവും? ATP ഫോമിൽ തന്നെ ഉണ്ടാവും എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോ നെറ്റ് ATPയിലാണ് 2 ATP. നമ്മളോട് അത് ചോദിച്ചിട്ടില്ല, ഗ്രോസ് ആ ചോദ്യം. അപ്പൊ അതല്ല. ഓക്കെ, 8 ATP എന്നുള്ളത് ഈക്വലൻസ് ആണ്. 2 ATPയും 2 NADPHും ബാക്കിയാകുന്നത് ഈക്വലന്റ് ടു 8 ATP എന്നാ പറയാം. ബിക്കോസ് ഒരു NADH 3 ATPക്ക് സമന്നാണല്ലോ NCERT പറയണേ. അപ്പൊ 2 NADH 6 ATP, പിന്നെ 2 ATP എന്നൊക്കെ ഉള്ളത്. ശരിക്ക് ഗ്രോസ് ATP പ്രൊഡക്ഷൻ 4 ആണ്. അങ്ങനെ വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. എവിടേക്കാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്നും കൂടി പറയണം. 2 in each PEP to pyruvic acid. ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡുകളിൽ 2 എണ്ണത്തിൽ നിന്ന് 2 പൈറുവിക് ആസിഡ്സ് ആക്കുമ്പോൾ 2 ATP ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. ആൻഡ് ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ടു ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡുകളെ 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്സ് ആക്കുമ്പോൾ
2 in each എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ 2. അപ്പൊ അതും ശരിയാണ്. ഓപ്ഷൻ 1 തന്നെ ആയിരിക്കും റൈറ്റ് ആൻസർ. ഇവിടെയോ 4 ആണെന്നുള്ളത് ശരിയാണ്. 2 in each glucose to glucose 6-phosphate ഇല്ല, അവിടെ ഒരു ATP ന്റെ ചെലവാണ്, സിംഗിൾ ATP ന്റെ ചെലവാണ്. അപ്പോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1 തന്നെയാണ്. ഓക്കെ, ആകെ ഗ്ലൈക്കോലൈസിസിൽ 4 ATP കളാണ് ഗ്രോസ് ആയിട്ട് പ്രൊഡ്യൂസ് ആവുക. ഇന്ന് പിന്നെ 2 എണ്ണം ചെലവ് കഴിച്ചിട്ടാണ് പിന്നെ 2 എന്നൊക്കെ നമ്മൾ ബാലൻസ് നെറ്റ് ആയിട്ട് പറയാം. 4 ATP പ്രൊഡ്യൂസ് ആകുന്നത് എപ്പോഴൊക്കെയാ? 2 മോളിക്യൂൾ 1,3-bis ഫോസ്ഫോഗ്ലിസറിക് ആസിഡുകളെ 2 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡുകളാക്കുമ്പോൾ 2 ATPയും, 2 മോളിക്യൂൾ ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡുകളിൽ നിന്ന് 2 പൈറുവിക് ആസിഡ്സ് ഉണ്ടാക്കുമ്പോൾ 2 ATPയും. ആകെ 4 ATP ആണ് കറക്റ്റ് വരിക. അപ്പൊ ഇങ്ങനത്തെ കണക്കുകൾ വരുന്നത് ശ്രദ്ധിച്ച് കോൺഷ്യസ് ആയി വെച്ചേക്കണം കേട്ടോ. The complete oxidation of one molecule of pyruvate, ഒരു മോളിക്യൂൾ പൈറുവേറ്റിനെ പറയണേ, സിംഗിൾ പൈറുവേറ്റിനെ പറയണേ. അപ്പോ സിംഗിൾ പൈറുവിക് ആസിഡ്, ഒരു പൈറുവിക് ആസിഡിന് എത്ര കാർബണാ ഉണ്ടാവുക? ഒരു പൈറുവിക് ആസിഡ് അഥവാ പൈറുവേറ്റിന് എത്ര കാർബണാ? 3 കാർബണാണ്. So the complete oxidation of one molecule of pyruvate, one molecule എന്നുള്ളതിനെ ശ്രദ്ധിച്ചോളണം. Okay, by the stepwise removal of all the hydrogen atoms. അപ്പോ എത്ര കാർബണാ പുറത്തു പോകുക എന്ന ക്വസ്റ്റ്യൻ. 6 molecule of carbon അല്ല, കാരണം ഒരു പൈറുവിക് ആസിഡിൽ ആകെ 3 കാർബൺ അല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ 1 molecule പൈറുവിക് ആസിഡിൽ നിന്ന് 6 കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോവാ? നടക്കില്ല. Leaving 2 molecules of carbon dioxide, അത് ക്രബ് സൈക്കിളിലാണ്. 6 കാർബൺ ഉള്ള സിട്രിക് ആസിഡിൽ നിന്ന് 5 കാർബൺ ഉള്ള ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആകുമ്പോൾ 1 കാർബൺ റിമൂവ് ആകും. 5 കാർബൺ ഉള്ള ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിൽ നിന്ന് 4 കാർബൺ ഉള്ള സക്സിനൈൽ കോഎൻസൈം എ ആകുമ്പോൾ 1 കാർബൺ റിലീസ് ആവും. അതാ സൈക്കിളിന്റെ ഉള്ളിലാണ്. പൈറുവിക് ആസിഡ് മുതൽ എന്ന് പറയുമ്പോൾ പൈറുവിക് ആസിഡിൽ നിന്ന് അസറ്റൈൽ കോഎൻസൈം എ ആകുമ്പോൾ 1 കാർബൺ റിമൂവലും കൂടി ഉണ്ട്. അപ്പൊ അതുമല്ല. ഓക്കെ, ലീവിംഗ് 4 molecules of carbon dioxide അല്ല, അത് 2 ക്രബ് സൈക്കിളുകളിലാണ്. 2 ക്രബ് സൈക്കിളുകളിൽ, 2 ടേൺ ക്രബ് സൈക്കിളുകളിൽ നിന്നാണ് 4 കാർബൺ പുറത്തു വരിക. 2 ലിങ്ക് റിയാക്ഷനുകളിൽ നിന്ന് 2 കാർബണും. റൈറ്റ് ആൻസർ ഇതാണ്, ലിവിംഗ് 3 molecules of carbon dioxide. ഓരോ പൈറുവിക് ആസിഡുകളിൽ നിന്നും ആകെ 3 കാർബണാണ് അതിനുണ്ടായിരുന്നത്. ആ 3 കാർബണുകളെയാണ് റിമൂവ് ചെയ്യപ്പോഴൊക്കെ. ഒന്ന്, പൈറുവിക് ആസിഡിൽ നിന്ന് അസറ്റൈൽ കോഎൻസൈം എ ഉണ്ടാകുമ്പോൾ 1 കാർബൺ റിമൂവ് ആവും. സിട്രിക് ആസിഡിൽ നിന്ന് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആകുമ്പോൾ 1 കാർബൺ റിമൂവ് ആകും. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിന് 5 കാർബൺ ആണ്, അതിൽ നിന്ന് 4 കാർബൺ പ്രൊഡക്റ്റ് ആകാൻ വേണ്ടിയും 1 കാർബൺ റിമൂവ് ആവും. ഓക്കെ, അപ്പോ അതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ 4. യെസ്, complete oxidation of which of the following respiratory substrate evolve less volume of carbon dioxide as compared to the volume of oxygen consumed? അതിന് RQന്റെ ഇക്വേഷൻ അറിയണം, റെസ്പിറേറ്ററി കോഷ്യന്റിന്റെ ഇക്വേഷൻ. The volume of carbon dioxide evolved divided by volume of oxygen consumed എന്നതാണ്. അപ്പോ ലെസ് വോളിയം ഓഫ് complete oxidation of which of the following respiratory substrate evolved less volume of carbon dioxide as compared to volume of oxygen consumed. അപ്പൊ മുകളിലെ വാല്യൂ വലുതും താഴത്തെ വാല്യൂ ചെറുതും കിട്ടണം. കാർബൺ കൂടുതൽ പുറത്തു വരണം, ഓക്സിജൻ കുറവ് മാത്രം യൂസ് ചെയ്തിട്ടാവണം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ RQ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കുമല്ലോ അല്ലേ? ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പൊ ഓപ്ഷനിൽ ആർക്കൊക്കെ RQ ലെസ് ദാൻ 1 ആകുന്ന ഓർത്താൽ മതി. RQ വാല്യൂന്റെ കാര്യം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. RQ വാല്യൂ എങ്ങനെയൊക്കെയാ മക്കളെ നമുക്കറിയാം? RQ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് അത് ഓൾവേസ് 1 ആയിരിക്കും. പ്രോട്ടീൻസിന് അത് നിയറർ ടു 1 ആയിട്ടുള്ള 0.9 ആയിരിക്കും. ഫാറ്റുകൾക്കും ഫാറ്റി ആസിഡുകൾക്കും RQ വാല്യൂ 0.7 ആയിരിക്കും അല്ലെ? ഓർഗാനിക് ആസിഡ്സിന് ഓർഗാനിക് ആസിഡ്സിന് മാലിക് ആസിഡ് ഒക്കെ പോലത്തെ ഓർഗാനിക് ആസിഡ്സിന് അത് മോർ ദാൻ 1 ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പൊ 0.9ഉം 0.7ഉം ആണല്ലോ ഇവിടെ ലെസ് ദാൻ 1 ഉള്ളത്. അപ്പൊ കാർബൺ കൂടുതൽ പുറത്തു വരുന്ന, ഓക്സിജനെ കുറച്ച് മാത്രം യൂസ് ചെയ്യുന്ന ലെസ് ദാൻ 1 RQ കിട്ടുന്നത് ഫാറ്റുകളുമുണ്ട് പ്രോട്ടീനുകളുമുണ്ട്. ഫാറ്റിന് 0.7ഉം പ്രോട്ടീൻസിന് 0.9ഉം ആണ്. റൈറ്റ് ആൻസർ ആരാ? 4 ആണ്. ആരാ? ബോത്ത് 1 and 2 എന്നതാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Enzymes differ from inorganic catalysts because enzymes get damaged at high temperatures.
സാധാരണ കേട്ടിട്ടുണ്ട് ബയോമോളിക്യൂൾ ചാപ്റ്ററിലൊക്കെ. എൻസൈംസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടറാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയാൽ എൻസൈംസ് ഡീനേച്ചേർഡ് ആവും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ എൻസൈംസ് ഇനാക്റ്റീവ് ആകും എന്നൊക്കെ. അപ്പൊ ട്രൂ സ്റ്റേറ്റ്മെന്റ് പറയൂ. Okay, yeah, the enzymes get damaged at high temperature. Is applicable to all enzymes? Exception ഉണ്ടോന്ന് ആലോചിക്കണം. Is not applicable to thermolabile enzymes. Is not applicable to the enzymes of thermophilic organisms and is applicable to the thermostable enzymes. ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് മാച്ചിങ് ആയി തോന്നിയത് അല്ലേ? So enzymes differ from inorganic catalysts because enzymes get damaged at high temperatures. This difference is not applicable to the enzymes of thermophilic organisms like Thermus aquaticus. The thermoacidophiles അവർക്ക് heat stable ആയ thermostable ആയ polymerase ഉണ്ട്, ടാക് പോളിമറൈസ് ഉണ്ട്. അതുകൊണ്ടാണ് PCR ഹൈ ടെമ്പറേച്ചറിൽ പോലും അത് നശിക്കാത്തത്. അത് തെർമോസ്റ്റേബിൾ പോളിമറൈസ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയ എൻസൈം നശിക്കുമെന്നാണ് ബയോമോളിക്യൂൾ ചാപ്റ്റർ പറഞ്ഞതെങ്കിലും അതിന് എക്സെപ്ഷണലാണ് തെർമോഫിലിക് ഓർഗാനിസംസിന്റെ എൻസൈംസ്. തെർമോഫിലിക് ഓർഗാനിസംസിന്റെ എൻസൈംസ് തെർമോസ്റ്റേബിൾ ആണ്, ഹീറ്റ് സ്റ്റേബിൾ ആണ്. ഓക്കെ, യെസ്. An enzyme catalyzing a ട്രാൻസ്ഫർ നടക്കാൻ പോവാണ്. ഇതൊരു കോമ്പൗണ്ട് ആയിരുന്നു SG എന്നത്. അത് S പ്രൈമുമായി റിയാക്ട് ചെയ്തപ്പോൾ ജീനെ S പ്രൈമിലേക്ക് കിട്ടി, S ഫ്രീ ആയി, ട്രാൻസ്ഫർ ഓഫ് G നടന്നു എസിൽ നിന്ന് S പ്രൈമിലേക്ക്. ഓക്കെ, അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? An enzyme catalyzing a transfer of a group G between a pair of substrate S and S prime as follows. റിയാക്ഷൻ ഇങ്ങനെ നടന്നു. അങ്ങനെയെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ? G phosphate or hydrogen or any other group ആണ്. ആ G എന്ന് പറയുന്നത് ഒരു ഫോസ്ഫേറ്റ് ആവാം. ഓക്കെ, അപ്പൊ ഫോസ്ഫോ ട്രാൻസ്ഫറേസ് ആവാം എൻസൈം. ഹൈഡ്രജൻ ആവാം, അപ്പൊ ഡീഹൈഡ്രോജനേസ് ആവാം, or any other group ആവാം. The enzyme is related with which of the following class? ഞാൻ ഓൾറെഡി ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. ട്രാൻസ്ഫറേസ്, ഡീഹൈഡ്രോജനേസ്, both 1 and 2, either 1 or 2. ഏതാ വരിക? either 1 or 2 ചൂസ് ചെയ്യണം. അതൊന്നുകിൽ ട്രാൻസ്ഫറേസ് ആവാം, ട്രാൻസ്ഫർ ഓഫ് എ ഫങ്ഷണൽ ഗ്രൂപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഡീഹൈഡ്രോജനേസ് ആക്ടിവിറ്റി ആവാം. രണ്ടും കൂടിയല്ല, ആൻഡ് അല്ല, ഓർ ആണ്. either transferase enzyme or dehydrogenase enzyme can do reactions like this. Okay, yes. Select the correct sequence of glycolytic steps. Glycolysis ന്റെ steps ഓർമ്മയുണ്ടല്ലോ. Glucose, glucose 6-phosphate, fructose 6-phosphate, fructose 1,6-bisphosphate, glyceraldehyde 3-phosphate and dihydroxyacetone phosphate, 1,3-bisphosphoglycerates, 3-phosphoglycerates, 2-phosphoglycerates, phosphoenol pyruvates, PP and pyruvates. അങ്ങനെയാണ് വരിക. അപ്പോ PGAL എന്ന് പറഞ്ഞാൽ ആരാ? ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ്. അത് കഴിഞ്ഞിട്ട് 3-phosphoglyceric ആസിഡ്, അത് ഫൈൻ. പക്ഷേ 1,3-bisphosphoglyceric ആസിഡ് തിരിച്ചു വരണമായിരുന്നു. ഇയാൾ ഇവിടെ വരേണ്ടത് അല്ലേ? ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് അല്ലെങ്കിൽ ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate നിന്ന് 1,3-bisphosphoglyceric ആസിഡ് കഴിഞ്ഞിട്ടാണ് 3-phosphoglyceric ആസിഡ് വരിക. അപ്പോൾ ഓപ്ഷൻ 1 ശരിയാവൂല. PGAL ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് അല്ലെങ്കിൽ ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate. ഫ്രക്ടോസ് 1,6-bisphosphate മുറിക്കുമ്പോൾ കിട്ടുന്ന രണ്ടെണ്ണത്തിത്തെ ഒന്നാണ്. ഫോർ ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate, 1,3-bisphosphoglyceric ആസിഡ്, എന്നിട്ട് പിന്നെ PP അല്ല വരണ്ടേ, 3-phosphoglyceric ആസിഡും കഴിഞ്ഞ് 2-phosphoglyceric ആസിഡും കഴിഞ്ഞിട്ടാണ് ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് വരണ്ടേ. അപ്പൊ അതും ശരിയായില്ല. PGAL ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate എന്നോ ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് എന്നോ വിളിക്കാം. അതിൽ നിന്ന് ലൈക്ക് 1,3-bisphosphoglyceric ആസിഡ്, പിന്നെ 3-phosphoglyceric ആസിഡ്, പിന്നെ 2-phosphoglyceric ആസിഡ് കഴിഞ്ഞാൽ ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ്. അപ്പൊ അത് കറക്റ്റ് സീക്വൻസിലാണ്. ഇടയിൽ ചിലര് തന്നിട്ടില്ലെന്നേ ഉള്ളൂ, തന്ന ഒരു ഓർഡറിലാണ്. PGAL നേരെ PP വരുമോ? ഇല്ല, ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് PP വരിക. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. ഗ്ലൈക്കോലൈസിന്റെ സ്റ്റെപ്സിനെ സീക്വൻഷ്യലായി അറേഞ്ച് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ഷോർട്ട് ഫോമുകളുടെ ഫുൾ ഫോം അറിയണം. ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ്, 1,3-bisphosphoglyceric ആസിഡ്, 3-phosphoglyceric ആസിഡ്, ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് എന്നൊക്കെയാണ് പേര്.
പൈറുവിക് ആസിഡിനെ പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈമുമായി റിയാക്ട് ചെയ്തിട്ടാണ് അസറ്റൈൽ കോഎൻസൈം എ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് NaDH2 കിട്ടുക. ഇത് ലിങ്ക് റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷൻ ഒന്നുകിൽ പൈറുവേറ്റ് ഓക്സിഡേഷൻ എന്ന് വിളിക്കാം, പൈറുവേറ്റ് ഓക്സിഡേഷൻ, അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് വിളിക്കാം. ഓക്സിഡേഷനും ഡീകാർബോക്സിലേഷനും ഒരുമിച്ച് നടന്നതുകൊണ്ട്. അല്ലെങ്കിൽ ലിങ്ക് റിയാക്ഷൻ എന്നും വിളിക്കാം, ഗ്ലൈക്കോലൈസിസിനെ ക്രെബ്സ് സൈക്കിളുമായി ബന്ധിപ്പിക്കുന്നത് കൊണ്ട്. പൈറുവിക് ആസിഡിന് 3 കാർബൺ ആണ്. അതിൽ നിന്ന് ഹൈഡ്രജനുകളെ റിമൂവ് ചെയ്യുന്ന ഓക്സിഡേഷൻ നടക്കും. റിമൂവ് ചെയ്ത ഹൈഡ്രജനെ എടുക്കാൻ വേണ്ടി അവിടെ NAD+ വർക്ക് ചെയ്യും. അങ്ങനെ NAD+ലേക്ക് ആഡ് ചെയ്തിട്ടാണ് NADH അല്ലെങ്കിൽ NADH2 കിട്ടുക. പൈറുവിക് ആസിഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെയും റിമൂവ് ചെയ്യും. അതാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ്. 3 കാർബണുള്ള പൈറുവിക് ആസിഡിൽ നിന്ന് ഒരു കാർബണിനെ കാർബൺ ഡൈ ഓക്സൈഡായി റിമൂവ് ചെയ്യും. ഓക്കെ, അവിടെ അസറ്റൈൽ കോഎൻസൈം എയിലിന് ഒരു 2 കാർബണേ ഉള്ളൂ, കാരണം ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നടക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് കമ്പൈൻ ചെയ്ത് കണ്ടൻസേഷൻ ചെയ്തത് കോഎൻസൈം എ ആണ്. അപ്പൊ ഇത് നടക്കാൻ വേണ്ടി കോഎൻസൈം എ എന്ന് പേരുള്ള ഒരു കോഎൻസൈം വേണം. കൂടാതെ ഇതിനു വേണ്ടി വേണ്ടുന്ന മറ്റൊരാളുടെ പേര് TPP എന്നാണ്. തൈമിൻ പെന്റോഫോസ്ഫേറ്റ് എന്ന് പറയും. തൈമിൻ പൈറോഫോസ്ഫേറ്റ് ആണ് TPP. അത് NCERT അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. TPPയും ഇതിന് വേണം. ഓക്കെ, അപ്പൊ NAD+ വേണം. അതാണ് NADH2 ഉണ്ടാവാൻ യൂസ് ചെയ്യുക. TPP വേണം, കാരണം അതാണ് പിന്നീട് TPP, തൈമിൻ ഫോസ്ഫേറ്റ് അല്ലേ, തൈമിൻ പൈറോഫോസ്ഫേറ്റ്, TPP വേണം. കോഎൻസൈം എ വേണം, അതാണ് അസറ്റൈൽ കോഎൻസൈം ഉണ്ടാവാൻ സഹായിക്കുക. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ആരാ? അത് മെഗ്നീഷ്യം 2+ ആണ്. ഇത് ചെയ്യാൻ വേണ്ടി മെഗ്നീഷ്യം 2+ അല്ല വേണ്ടിയത്. സോ നോട്ട് യൂസ്ഡ് ആയിരുന്നു ക്വസ്റ്റ്യൻ. സോ നോട്ട് യൂസ്ഡ് ആരാ? മെഗ്നീഷ്യം 2+, Mg2+, റൈറ്റ്. Okay, the next question. Which of the following ETC complex electron transport chain, ETC അതിനെ തന്നെ electron transport system എന്നും വിളിക്കാം, is directly involved in reduction of oxygen? Which of the following electron transport chain complex is directly involved in the reduction of oxygen? അപ്പോ റെസ്പിറേഷനിലെ ETSന്റെ ഭാഗമായി ഓക്സിജൻ ഇൻവോൾവ് ചെയ്തിട്ട് വാട്ടർ ഉണ്ടാകുന്ന സ്റ്റെപ്പ് ഏതാന്ന ചോദ്യം. ഓക്കെ, ഓക്സിജനിലേക്ക് ETS വഴി വരുന്ന ഇലക്ട്രോണുകളെ കൊടുക്കുന്ന, ഓക്കെ, മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലുള്ള പ്രോട്ടോണുകളെ സ്വീകരിക്കുന്ന, മാട്രിക്സിൽ നിന്ന് പ്രോട്ടോണുകളെ എടുത്തിട്ട്, ഓക്കെ, ETSൽ കൂടി വന്ന ഇലക്ട്രോണുകളെ എടുത്തിട്ട് ഓക്സിജനിലേക്ക് ആഡ് ചെയ്ത് വാട്ടറിനെ ബൈ പ്രൊഡക്റ്റ് ആയി ഉണ്ടാക്കുന്ന ടെർമിനൽ ഓക്സിഡേഷൻ ചെയ്യുന്നത് ആരാന്നറിയാലോ? അത് സൈറ്റോക്രോം A ആൻഡ് സൈറ്റോക്രോം A3 ആണ്. സൈറ്റോക്രോം A ആൻഡ് സൈറ്റോക്രോം A3 അയാള് കോംപ്ലക്സ് നമ്പർ 1ന്റെ ഭാഗമല്ലേ? അല്ല. കോംപ്ലക്സ് നമ്പർ 1 ആരാ? NADH ഡീഹൈഡ്രോജിനേസ് ആണ്. അയാൾ കോംപ്ലക്സ് നമ്പർ 2ന്റെ ഭാഗമല്ലേ? അല്ല, അത് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് ആണ്. കോംപ്ലക്സ് നമ്പർ 3ൽ ഇവരാണോ? അല്ല. 3 സൈറ്റോക്രോം B ആൻഡ് സൈറ്റോക്രോം C1 കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് നമ്പർ 4 ആണ് റൈറ്റ് ആൻസർ. കോംപ്ലക്സ് നമ്പർ 4ന്റെ പേരെന്താ? സൈറ്റോക്രോം C ഓക്സിഡേസ് മെയ്ഡ് ഓഫ് സൈറ്റോക്രോം A ആൻഡ് സൈറ്റോക്രോം A3 ലൊക്കേറ്റഡ് ടുവാർഡ്സ് ദ ഇന്നർ സർഫസ് ഓഫ് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. അവിടെ വെച്ചാണ് ഫൈനൽ ആയിട്ട് ഇലക്ട്രോണുകളെ ഓക്സിജനിലേക്ക് കൊടുക്കുക. അപ്പോൾ ഈ ഓക്സിജൻ പ്രോട്ടോണുകളെ മാട്രിക്സിൽ നിന്ന് എടുക്കുക, എന്നിട്ട് വാട്ടർ ബൈ പ്രൊഡക്റ്റ് ആയി ഫോം ചെയ്യുക. അത് ഓക്സിഡേറ്റീവ് അത് ടെർമിനൽ ഓക്സിഡേഷൻ ആണ്. ആ ടെർമിനൽ ഓക്സിഡേഷൻ ചെയ്യുന്നത് സൈറ്റോക്രോം A ആൻഡ് സൈറ്റോക്രോം A3 ഓഫ് കോംപ്ലക്സ് 4 ആണ്. So option 4 is the right answer. Yes. When proteins are respiratory substrates, the ratio of carbon dioxide and oxygen would be about RQ value ആണ് ക്വസ്റ്റ്യൻ. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളോട്, പ്രോട്ടീൻ്റെ RQ 0.9 ആണെന്ന്. അപ്പോൾ 1 ആണ് കിട്ടുന്നതെങ്കിൽ അതാരാ? കാർബോഹൈഡ്രേറ്റ്സ് ആണ്. 0.7 ആണ് കിട്ടുന്നതെങ്കിൽ ആരാ? ഫാറ്റ് അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് ആണ്. 1.1 1ന് മേലെ മോർ ദാൻ 1 കിട്ടുമ്പോൾ ആരാ? ഓർഗാനിക് ആസിഡ്സ് ആണ്. പ്രോട്ടീൻസിന്റെ RQ വാല്യൂ എത്രയാ? 0.9 ആണ്. ഓപ്ഷൻ 3 is the right answer. Okay, yes. മക്കളെ, അത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ക്വസ്റ്റ്യൻസ്. റൈറ്റ്, 3 ചാപ്റ്ററിൽ ഉൾക്കൊള്ളുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് കണ്ടത്. മിനറൽ ന്യൂട്രീഷൻ, ഓക്കെ,
ഒപ്പം photosynthesis and respiration. I hope it was beneficial for you. കുറച്ച് കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയെന്നാണ് എൻ്റെ പ്രതീക്ഷ. What do you feel? Yeah, I think നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ NCERT-യുമായി ലിങ്ക് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. സോ യെസ്, ദാറ്റ് മച്ച് ഫ്രം മൈ സൈഡ് ടുഡേ. അപ്പോൾ ചാപ്റ്റേഴ്സിൻ്റെ ആസ് മച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചാപ്റ്ററിൽ മാസ്റ്റർ ആവുക. ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഔട്ട് ഓഫ് NCERT ചെയ്ത് കോൺഫിഡൻസ് കളയാതിരിക്കുക. തിയറി ബുക്ക് NCERT മാത്രം വായിക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻസ് ആസ് മച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, that much for today, and thank you so much for watching and listening me today, and I appreciate your time too. Thank you so much. Thanks from the team of Target. Thanks a lot.